നമസ്കാരം. ഇന്നത്തെ ഫ്രൈഡേ വിസ്ഡത്തിലേക്ക്, ഒരുപക്ഷെ ഈ വർഷത്തെ അവസാനത്തെ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള സെഷനിലേക്ക് സ്വാഗതം. അപ്പോ ആളുകൾക്ക് താല്പര്യമുള്ള, ആളുകൾക്ക് ആകർഷണം തോന്നുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ചും ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ PSPയുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചർച്ചയിലാണ് ഇങ്ങനൊരു വിഷയം യാദൃശ്യമായിട്ട് പൊങ്ങി വന്നത്. ചാൻസ് ഓർ ചോയ്സ് എന്നുള്ളത്. അപ്പൊ ചാൻസ് ഓർ ചോയ്സ് എന്നുള്ളതിന്റെ നമ്മുടെ നാട്ടിൻപുറത്തെ പ്രയോഗമാണ് താൻ പാതി ദൈവം പാതി എന്നുള്ളത്. അപ്പൊ ഈ താൻ പാതി ദൈവം പാതി ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് നമുക്ക് നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത്, അത് എന്താണ് അതിന്റെ ഒരു സ്റ്റേറ്റ് എന്നുള്ള ഒരവസ്ഥ. സാധാരണ രീതിയിൽ ഒരു കാര്യം പറഞ്ഞു പോകുന്ന ഒരു വഴിയല്ലല്ലോ ഒളിമ്പസിന്റെ വഴി. എന്താണത്, അതിന്റെ ശരിക്കുള്ള സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് ഒരു മനസ്സിലാക്കലുണ്ട് നമുക്ക്. ആ മനസ്സിലാക്കലിലൂടെ പോകുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ആഴങ്ങളിലും പരപ്പുകളിലൂടെ നമ്മളൊരു യാത്രയുണ്ട്. കൂടെ യാത്ര ചെയ്യുക. മുഖമുള്ളവരൊക്കെ തന്നെ മുഖം കാണിക്കുക, മുഖമില്ലാത്തവർക്ക് അങ്ങനെയും ആകാം. ഓക്കെ. ഈ ഇക്കോലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഫ്രൈഡേ വിസ്ഡം എന്നുള്ളത് ഇക്കോലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത് വരുന്നതാണ്. ഇത്തരം വിഷയങ്ങൾ, പ്രകൃതി, ആഴപ്രകൃതി വിഷയങ്ങള്, അതില് ജനങ്ങളെ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത്. പലപ്പോഴും നമ്മുടെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി, അതായത് ഇപ്പോൾ PSP ചെയ്യുന്നുണ്ട്, സഹവാസങ്ങൾ ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിലിറ്റിയുടെ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രോഗ്രാമുകളായിട്ടും പല സബ്ജക്ട്സും നമ്മളിവിടെ ചെയ്യാറുണ്ട്. അപ്പോ ഇത് ഒരു സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം ആയിട്ട് അവതരിപ്പിക്കുന്നത് കൊണ്ട് ഞാനതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാഥമികമായിട്ട് പറഞ്ഞു പോകാം. ഇത് അവതരിപ്പിക്കുന്നത് ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ്പ് ഇക്കോളജിയാണ്. അപ്പോൾ നമ്മുടെ ചരിത്രം തുടങ്ങുന്ന 1981 അത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പുറകിലുള്ളത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള ഒരു ലോകക്രമം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതല്ലാത്തൊരു ലോകക്രമം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ സുസ്ഥിരമായ ലോകക്രമം ഇവിടെ ഓൾറെഡി ഉണ്ട്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ക്രമമുണ്ട്. അതെന്തെന്നുള്ളത് റിവീൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ ലക്ഷ്യമാക്കുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് ഡീപ്പ് ഇക്കോളജിക്കൽ വിസ്ഡമാണ്, പ്രകൃതിയുടെ ആഴ ബോധ്യമാണ്. ഓക്കെ. അപ്പൊ അതിലൂന്നിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് കയറുമ്പോൾ പ്രധാനമായിട്ടും ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പലതരം ചാൻസസ് വരാറുണ്ട്. ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അനുകൂലപ്പെട്ട് പോകും. അതിനു പകരം എനിക്കിതാണ് വേണ്ടത്, അതിലേക്ക് പോവുക എന്നുള്ള രീതിയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സ്പെസിഫിക് ആയിട്ട് പോകുന്ന ഒരു ക്രമമാണ് വിജയത്തിന്റെ ക്രമം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ക്രമം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ്. പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി പഠിക്കണം. അത് പഠിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി പഠിക്കണം. അത് എഞ്ചിനീയറോ ഡോക്ടറോ ആകാൻ വേണ്ടി പഠിക്കണം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിങ്ങളുടെ ചോയ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ. അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. നിങ്ങൾക്ക് എഞ്ചിനീയർ ആണോ ഡോക്ടർ ആകണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ലോകത്ത് ഇത് രണ്ടല്ലാതെ കോടിക്കണക്കിന് ജോലികൾ വേറെയുണ്ട്, കോടിക്കണക്കിന് ധർമ്മങ്ങൾ വേറെയുണ്ട്. അതൊന്നും ചെയ്യാതെ ഇതാണ് വേണ്ടത് എന്ന രീതിയിൽ നമ്മളെ ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പൊ എന്നിട്ട് നമ്മളെ ചോയ്സ് ചൂസ് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അപ്പോ ഈ ചാൻസ് ഓർ ചോയ്സ് എന്നുള്ളത് നമ്മളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോ അവിടെ മുഖ്യ വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്, അതാണ് ഈ നമുക്ക് നമ്മുടെ ഒരു ഇന്റൻഷൻ ഇത് വരുന്നത്. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ലോക സാഹചര്യം, അല്ലെ? അപ്പോ എന്ത് വേണമോ എന്ത് കിട്ടുന്നു
എന്ന രണ്ട് ദ്വന്ദ്ങ്ങളുണ്ടല്ലോ, എന്ത് വേണം എന്നുള്ളത് ഒന്ന്, അല്ലെങ്കിൽ എന്ത് കിട്ടുന്നു എന്നുള്ളത് ഒന്ന്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോ വാട്ട് വി നീഡ് ഇസ് നോട്ട് വാട്ട് വി ഗെറ്റ്. സാധാരണ രീതിയിൽ പൊതുലോകത്തിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് എന്ത് വേണമെന്ന് തോന്നുന്നു അത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തോന്നട്ടെ. അതുകൊണ്ടാണ് ഈ പലതരം മാനേജ്മെന്റ് ട്രെയിനിങ്ങുകൾക്കൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടുന്നില്ല, അപ്പൊ കിട്ടാൻ എന്തോ ഒരു സംഭവമുണ്ട്, ഒരു സീക്രട്ട് ഉണ്ട്, ആ സീക്രട്ട് വഴി എന്നുള്ളത്. യഥാർത്ഥത്തിൽ വാട്ട് വി നീഡ് ഈസ് വാട്ട് വി ഗെറ്റ്. എന്താണോ നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വേണ്ടതെന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? എന്താണ് വേണ്ടത് അതാണ് നമ്മുടെ ഉൾമനസ്സിൽ ബോധ്യമായിട്ട് നമ്മുടെ അവയർനെസ് ആയിട്ട് നിൽക്കുക. ഈ അവയർനെസ് ആയിട്ട് നിൽക്കുന്ന സാധനം അല്ലാതൊരു സംഭവം എനിക്ക് വേണമെന്നും തോന്നുകയും അവയർനെസ് ആയി നിൽക്കുന്നതിനെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ദ്വന്ദ്വാവസ്ഥ, അതായത് എന്റെ ഉപബോധത്തിൽ എന്റെ ലോകം ഇതാണ്, എന്റെ ഭക്ഷണം ചോറാണ് എന്ന് കരുതി വെച്ചിരിക്കുന്നു. എന്റെ ബോധ മനസ്സിൽ എനിക്ക് ഇപ്പൊ ഇഷ്ടം എന്താണ് കുഴിമന്തി തിന്നാനാണ് എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ട് സംഭവമാണ്. എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്? ഉപബോധവും ബോധവും തമ്മിൽ ഇങ്ങനെ ഒരു അന്തരം വരുന്നത്. അപ്പോ അത് നമ്മുടെ ഭാവനയുടെ, നമ്മൾ ചില പ്രത്യേകതരം ട്രെയിനിങ്ങുകളിലൂടെ പോയതിന്റെ, നമുക്ക് സുതാര്യത ഇല്ലാതെയായി നിന്നതിന്റെ ഒക്കെ ലക്ഷണമാണ്. എന്റെ ഉപബോധത്തിൽ ഒരു ചിന്ത ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാവുക, എന്റെ ബോധത്തിൽ ഒന്നുണ്ടാവുക, ഞാൻ പ്രകടിപ്പിക്കുന്നത് മറ്റൊന്നാവുക, എനിക്ക് കിട്ടുന്ന സാഹചര്യം എന്തെന്ന് വ്യത്യസ്തമായിട്ടുള്ളതാവുക. ഈ ഒരു കോൺഫ്ലിക്റ്റ് അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ലോകത്ത്, അല്ലെ? നമുക്ക് പലപ്പോഴും അങ്ങനെ അനുഭവിക്കാറുണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ എന്താണ് യഥാർത്ഥത്തിൽ, അത് എങ്ങനെയാണത്, അതിന്റെ ഘടന എന്താണ്, പക്ഷെ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം. ഓക്കെ, ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് ആണോ നമുക്ക് കിട്ടുന്നതാണ്? ഇതിൽ ഏതാണ് വലുത്? എനിക്ക് വേണ്ടതെന്ന് എന്റെ ആവശ്യമാണോ വലുത്, അത് എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണോ വലുത്? എന്താണോ വലുത് അത് സംഭവിക്കുമല്ലോ. എനിക്ക് കിട്ടുന്നതാണ് കൂടുന്നതെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുന്നതിനാണ് പ്രാധാന്യം കൂടുന്നതെങ്കിൽ, കിട്ടുന്നതിനാണ് വെയിറ്റേജ് കൂടുന്നതെങ്കിൽ അതായിരിക്കും സംഭവിക്കുക. എനിക്ക് വേണ്ടതാണ്, അതിനാണ് വെയിറ്റേജ് കൂടുന്നതെങ്കിൽ അതാണ് സംഭവിക്കുക. ഇതിൽ ഏതാണ് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്? ഓക്കെ, ചാൻസ് ഇസ് വാട്ട് വി ടേക്ക്. വാട്ട് വി ടേക്ക് എന്നുള്ളതും വാട്ട് വി ഗെറ്റ് എന്നുള്ളതും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വാട്ട് വി ടേക്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം എന്നുള്ളതാണ് ചാൻസ് ആയിട്ട് നമ്മൾ ഈ മാനേജ്മെന്റ് സയൻസിന്റെ ഭാഷയിൽ പറയുന്നത്. എനിക്ക് എന്ത് വേണം എന്നുള്ളത് ഞാൻ ടേക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ മേക്ക് ചെയ്യുന്നതല്ല, ഞാൻ ടേക്ക് ചെയ്യുന്നത്. എന്ത് വെളിയിൽ നിന്ന് എടുക്കുന്നതാണ് എന്റെ ചാൻസ് എന്ന് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. പകരം ചാൻസ് ഇസ് വാട്ട് വി ഗെറ്റ് എന്നെടുക്കുക. നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത്. അപ്പൊ ഒരു മാങ്ങ എപ്പോ വേണമെന്ന് വെച്ചാൽ കിട്ടുമൊന്നുമില്ല. മാങ്ങ എന്നുള്ളത് മാവിൽ കായ്ക്കുന്ന സമയത്ത്, മാവ് തൊട്ടടുത്ത് ഉണ്ടായിരിക്കുമ്പോൾ ഒക്കെയാണ് സാധിക്കുക. അപ്പൊ മാങ്ങ എന്നുള്ളത് ഒരു പ്രാകൃതിക പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഞാനത് കണ്ടു എന്നുള്ളതും ഒരു യാദൃശ്ചികതയാണ്. ഇവയെല്ലാം മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറിക്കുന്നു, അത് എടുക്കുന്നു, അല്ലെങ്കിൽ തിന്നുന്നു, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒരുങ്ങുന്നു. ഇത് ചാൻസ് ആണ്. നമുക്കൊരു ചാൻസ് കിട്ടി, ഒരു മാങ്ങ കാണാൻ ഒരു ചാൻസ് കിട്ടി എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോ അത് ഞാൻ തീരുമാനിച്ചതല്ല. അതാണ് ഡെസ്റ്റിനൽ എന്ന് പറയുന്നത്. ഡെസ്റ്റിനി തീരുമാനിച്ചതാണ്. പുറം ലോകം, പുറം പ്രകൃതി തീരുമാനിച്ചതാണ്. അത് എന്താണ് നമുക്ക് പരിശോധിക്കാം, ഡെസ്റ്റിനി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഡിസൈറബിൾ ആണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഉണ്ടായതല്ല. ഓക്കെ, അത് സിറ്റുവേഷണലാണ്. സിറ്റുവേഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രഞ്ച് പദമാണ് കേട്ടോ. ഈ സംഭവം ഇങ്ങനെ തത്തുല്യമായിട്ടൊരു ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് ഫ്രഞ്ച് പദം ഉപയോഗിച്ചാണ്. സിറ്റുവേഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സാഹചര്യവശാൽ ഉണ്ടാകുന്നതാണ്. സാഹചര്യം അവിടെ ഉണ്ട്. ഇത് നമുക്ക് ഈ ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് തരുന്നു. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം കൊണ്ട് അത് നമ്മുടെ മേലെ തട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ അതിന് അൺസർട്ടേണിറ്റി ഉണ്ട്. അത് ഇന്നതുപോലെ ആയിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് കിട്ടുന്ന പോലെ ഉപയോഗിക്കുക. മാങ്ങ കിട്ടിയാ കിട്ടുന്നെങ്കിൽ അത് എന്ത് മാങ്ങാന്ന് പറയാൻ കഴിയില്ല. ഇതിനൊന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അതൊക്കെ പ്രകൃതി നമുക്ക് തരുന്ന ഡെസ്റ്റിനിയുമായി ബന്ധപ്പെട്ട വിധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് കാര്യം. അത് നമ്മുടെ ഇച്ഛയ്ക്ക് വഴങ്ങുന്നതല്ല, അത് സാഹചര്യവശാൽ ഉണ്ടാകുന്നതാണ്. നമുക്ക് ആ ഒരു കാര്യം ഇങ്ങനെയാകണം നിർണ്ണയിക്കാൻ കഴിയില്ല. അതേസമയം ചോയ്സ് ഈസ് വാട്ട് വി മേക്ക്. നമ്മൾ ചോയ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇച്ഛ എന്ന് പറയുന്ന ഒരു സംഭവത്തിനനുസരിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുണ്ടാകുന്നത് ഡെസ്റ്റിനിയിലല്ല, മനസ്സിലാണ് ഉണ്ടാവുന്നത്, മെന്റലി ഉണ്ടാകുന്നതാണ്. ഓക്കെ,
അതുപോലെ അത് ഡിസൈറബിൾ ആണ്. നമ്മുടെ ഇച്ഛ എന്തോ അതിനനുസരിച്ച് സംഭവിക്കുന്നതാണ്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് സംഭവിക്കുന്നത്. ഞാൻ മാങ്ങ കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാൻ, ജാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ മാങ്ങ എന്നുള്ള സംഭവം അവിടെ അവൈലബിൾ ആയത് കൊണ്ടാണ് ഞാനിത് നിന്നത്. എനിക്ക് അവൈലബിൾ റിസോഴ്സസ് കൊണ്ടാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ അവൈലബിൾ റിസോഴ്സ് എന്നുള്ള കാര്യം ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു. സോ ഐ ഡിസൈഡ് ടു ഡു എ തിങ്, ഐ ഡിസൈഡ് ടു മേക്ക് സംതിങ്. അപ്പൊ അതിനവിടെ എന്റെ ഇന്റൻഷൻ ഉണ്ട്, എന്റെ ഡിസയർ ഉണ്ട്, അത് എന്റെ മൈൻഡിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അത് ഇൻസ്റ്റൻച്വൽ ആണ്. അത് എങ്ങനെ വേണം എന്നുള്ള ആ ചോയ്സ് എന്നുള്ളത് എന്റെ ഉള്ളിൽ നിന്നും ഒരു 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 ചോദനയായിട്ട് വെളിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അത് സെർട്ടൈൻ ആണ്. സെർട്ടൈനിറ്റി നമുക്ക് അതിൽ കാണാൻ കഴിയും. നമുക്ക് ഇന്നതാണ് ഉണ്ടാക്കുന്നത്, ഞാൻ എന്താ ഉണ്ടാക്കുന്നത്, മാങ്ങ ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജാം ഉണ്ടാക്കാൻ പോകുന്നു, നമുക്ക് സെർട്ടൈൻ ആയിട്ട് പറയാൻ കഴിയും. അപ്പോ ചാൻസ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് വലിയ റോളില്ല, അത് വേറൊരിടത്ത് ഉണ്ടാവുന്നതാണ്. നമുക്കത് കണ്ടു നിൽക്കാം, നമുക്ക് സാക്ഷ്യം വഹിക്കാന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പറയണമെങ്കിൽ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി അത് പറയാം. പുതിയ ആളുകൾ ഇല്ലാന്ന് വെച്ചാൽ ഞാനത് സ്കിപ്പ് ചെയ്ത് പോവാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഇതൊന്ന് പറഞ്ഞു പോവാം, ഓടിച്ചത് പറഞ്ഞു പോവാം. നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഇവിടെ സഹജമായി ഉണ്ടായിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ഇവിടെ നേച്ചർ എന്ന് പറയുന്നത്. സഹജമായി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്തോ അതെല്ലാം നേച്ചറാണ്. ഓക്കെ, പിന്നെ എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളെ പേരിട്ട് വിളിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻറ്റിറ്റി എന്ന് പറയും. ഇപ്പോൾ ശരീരം ഒരു എൻറ്റിറ്റിയാണ്, ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു എൻറ്റിറ്റിയാണ്. നമുക്ക് പേരിട്ട് വിളിക്കാൻ കഴിയുന്ന ഒന്ന്, അതെന്തോ ആയിക്കോട്ടെ, വ്യക്തിയാവാം, വസ്തുവാകാം, സംഭവമാകാം, ഒരാശയമാകാം, എന്താണെങ്കിലും അതിനെ പേരിട്ട് വിളിക്കാമെങ്കിൽ അതൊരു എൻറ്റിറ്റിയാണ്. ഓക്കെ, ലൈഫ് എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് ഏതൊരു വ്യവസ്ഥയുടെയും സ്വയം നിർദ്ധാരണ സംവിധാനമാണ് ജീവൻ. അത് തന്നെ ജീവിതം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇവിടെ ചിലടത്ത് ഉപയോഗിക്കുന്നുണ്ട്. ജീവൻ ഉള്ള വസ്തുക്കൾ അവയുടെ ആ നില തുടർന്നു കൊണ്ടുപോകുന്നതിനാണ് ജീവിതം എന്ന് പറയുക. അത് കണ്ടിന്യൂയിങ് ആണ്. ഓക്കെ, ധർമ്മ എന്ന് പറയുന്നത് ഒരു ജീവൻ ഉണ്ടാകുന്നത് അത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് ഉണ്ടാകുന്നത്. ആവശ്യമെന്തോ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ പർപ്പസ് എന്ന് പറയും. ഈ ധർമ്മം നടപ്പിലാക്കാനായിട്ട് ചെയ്യുന്നത് എന്തോ അതാണ് കർമ്മം. ആ കർമ്മ എന്ന് പറയുന്നതിനെ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ശരീരത്തിന്റെ പ്ലാനിങ് പ്രോഗ്രാമിനെയാണ് മനസ്സെന്ന് പറയുന്നത്. ഈ ധർമ്മവും കർമ്മവും സമാസമത്തിലായിരിക്കുന്ന സമയത്ത്, ധർമ്മവും കർമ്മവും സമാസം, ധർമ്മം എന്താണോ പറയുന്നത് അത് തന്നെ കർമ്മമായി ചെയ്തു തീരാൻ മനസ്സിന് കഴിയുന്ന സമയത്ത് നമ്മിൽ സംഭവിക്കുന്ന ആ തുലനിതമായ അവസ്ഥയാണ് നമ്മൾ ശാന്തി അഥവാ പീസ് എന്ന് പറയുന്നത്. ഇത്രയും വാക്കുകൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഡെഫിനേഷൻ എന്നുള്ള രൂപത്തിൽ നിങ്ങളൊന്ന് കരുതി വെക്കുക എന്ന് മാത്രം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമായി പ്രകൃതിയാണ്. എന്താണ് പ്രകൃതി എന്ന് പറഞ്ഞു. നമ്മൾ എന്താണോ ഒരു അടിസ്ഥാനപരമായി കാണുന്നത് അത് പ്രകൃതമായി നിൽക്കുന്നത്. അതിന്റെ ഘടന എന്താണെന്ന് ചോദിച്ചാൽ അതിൽ മൾട്ടി ഡയമെൻഷണൽ എൻറ്റിറ്റി എന്നുള്ളത് നമ്മളത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും പുതിയ കേൾവിക്കാർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ പറയാം. മൾട്ടി ഡയമെൻഷണൽ എൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സത്തയെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞു, പേരിട്ട് വിളിക്കാവുന്ന ഒന്ന്. അപ്പൊ ഞാൻ എന്റെ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ അതൊരു എൻറ്റിറ്റിയാണ്. എന്റെ ശരീരം, ഒരു തക്കാളി എടുക്കണം, തക്കാളി ഒരു എൻറ്റിറ്റിയാണ്. ആ തക്കാളിക്ക് ഒരു ശരീരമുണ്ട്, ഭൗതിക രൂപമുണ്ട്. ആ ഭൗതിക രൂപം എന്നുള്ളതിനെ അത്തരത്തിലാക്കി തീർത്ത അതിനകത്തൊരു സ്വയം സംഘാടകത്വമുണ്ട്. അതിനെയാണ് അതിന്റെ ജീവൻ അഥവാ ലൈഫ് എന്ന് പറയുക. അതുപോലെ തന്നെ അങ്ങനെ ആയിത്തീർന്ന ഒരു ശരീരത്തിന് എന്തോ ചെയ്യാനുണ്ട്. അത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അത് അതിന്റെ ചുറ്റുപാട് സംഭവിക്കുന്നതിനോടൊക്കെ ചേർന്ന് എന്തൊക്കെയോ വീണ്ടും സംഭവിച്ചു പോകുന്നതല്ല. അങ്ങനെ ആയിത്തീർന്നതിനാൽ ബാക്കി സംഭവിക്കുന്നു എന്നുള്ളതല്ല. അങ്ങനെ ആയിത്തീർന്നതിന് ഒരു കാരണമുണ്ട്. അത് കാരണമുണ്ട്. ആ കാരണത്തിനനുസരിച്ച് എന്തോ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ടുന്ന കാര്യമാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഫംഗ്ഷനെ കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന് സാധാരണ നമ്മൾ മൈൻഡ് എന്ന് പറയാം, മനസ്സെന്ന് പറയുക. ഓക്കെ, അപ്പോ ഏതൊരു സംവിധാനമാണെങ്കിലും അതിന് ശരീരമുണ്ട്, അതിനെ സംഘടിപ്പിച്ച ആ ഒരു ജീവൻ എന്നുള്ള സംവിധാനമുണ്ട്. ആ ജീവനെ നിയന്ത്രിച്ച് എന്ത് ചെയ്യണം, അതിന്റെ ധർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന മനസ്സുണ്ട്. ആ ശരീരം ആ പ്രവൃത്തി എവിടെ ചെയ്യണം എന്നറിയാനായിട്ടുള്ള അതിനുള്ള ഒരു സഹജമായ ജ്ഞാനം, സഹജമായ ഒരു അനുരൂപകത്വമുണ്ട്. അതിനെയാണ് ജ്ഞാനം അഥവാ വിസ്ഡം അല്ലെങ്കിൽ നോളജ് എന്നൊക്കെ പറയാം.
അത് നടപ്പിലാക്കണമെങ്കിലോ അത് മറ്റുള്ളവയുമായിട്ട് പരസ്പരം ബന്ധത്തിലാകുന്ന ഒരു ശക്തി ഉണ്ടാകേണ്ടതുണ്ട്. ആ ശക്തിയാണ് നമ്മൾ വൈറ്റാലിറ്റി എന്ന് പറയുക. അപ്പൊ ഈ ചിത്രത്തിൽ ഞാൻ 5 മുഖങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ 5 മുഖങ്ങൾ ഉള്ള ഒന്നാണ് ഒരു സത്ത. നിങ്ങൾ ഏത് സത്തയെ എടുത്താലും, പ്രപഞ്ചത്തിൽ ഏത് സത്തയെ എടുത്താലും അതിന് ഈ 5 മുഖങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മൾട്ടി ഡയമെൻഷണൽ എൻറ്റിറ്റി എന്നുള്ളതാണ് പ്രകൃതിയുടെ ഒരു സ്ട്രക്ചർ. ഇനി രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നെസ്റ്റഡ് എൻറ്റിറ്റിയാണ്. നെസ്റ്റഡ് എൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രപഞ്ചം എന്നുള്ളത് ഏക ശരീരമാണ്. അതിനകത്ത് അതിനെ ഒരു വലിയ കൂടായിട്ട് കരുതുക. അതാണ് നെസ്റ്റ് എന്ന് പറയുന്നത്. കൂട്, ഈ കിളിക്കൂട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ നെസ്റ്റ്. ആ നെസ്റ്റിനകത്ത് കുറെ ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയും ഓരോ നെസ്റ്റാണ്. അതിനകത്ത് കുറെ നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്ര സമൂഹത്തിനകത്തും ഓരോ സൗരയൂഥങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ സൗരയൂഥത്തെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ഗ്രഹങ്ങളുണ്ട്. അതിലെ ഒരു ഗ്രഹമായ ഭൂമി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ സംവിധാനങ്ങൾ, ജൈവരാശി അജൈവരാശി എന്നുള്ള കുറെ സംവിധാനങ്ങളുണ്ട്. അതിന് ജൈവരാശി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ കൂടിനകത്ത് കുറെ രാശികളുണ്ട്. അതായത് മനുഷ്യരാശി വരെയുണ്ട്. അതിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താ പറയാ മനുഷ്യരുണ്ട്, നമ്മൾ ഓരോരുത്തരുമുണ്ട്. അതിനുമകത്ത് അവയവങ്ങളുണ്ട്, അതിനുമകത്ത് കലകളുണ്ട്, അതിനകത്ത് കോശങ്ങളുണ്ട്. ഇങ്ങനെ പ്രപഞ്ചം മുതൽ ഈ കോശം വരെ കൂടുകളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, നെസ്റ്റഡ് എൻറ്റിറ്റി എന്നുള്ളത്. നമ്മൾ ഇവിടെ പഴയ ആളുകൾക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് ആവർത്തനമായിട്ട് തോന്നാം. പക്ഷെ നിങ്ങൾക്ക് വ്യക്തത വരാൻ വേണ്ടി കൂടെ അത് എടുക്കുക. പുതിയ ആളുകൾ ഇത് ഈ രൂപത്തിൽ മനസ്സിലാക്കുക, നെസ്റ്റഡ് എൻറ്റിറ്റി. ഓക്കെ, ഇനി ഈ ഓരോ ലെവലിലും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ നെസ്റ്റഡ് എൻറ്റിറ്റിയിലെ നെറ്റ്വർക്ക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണിത്. ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്റെ ശരീരം എന്റെ അവയവത്തെ ആശ്രയിക്കുന്നുണ്ട്, അവയവത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ആശ്രയിക്കുന്നു വെച്ചാൽ അത് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സപ്പോർട്ട്. ആശ്രയിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള സപ്പോർട്ട് സ്വീകരിക്കുന്നു. പിന്തുണയ്ക്കുന്നു വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇവ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കുന്നതനുസരിച്ച് ഇത് വാങ്ങുന്നതനുസരിച്ച് കൊടുക്കുന്നു. ഈ പ്രക്രിയയുണ്ട്. അതുപോലെ തന്നെ അതിനെ കൊണ്ടൊരു പണി ചെയ്യിപ്പിക്കാൻ ഇതും, ഇതിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ അതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കൂടുകൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രക്രിയ നടന്നുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട, ഇന്ററാക്ട് ചെയ്യേണ്ട, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ 4 പ്രക്രിയകൾ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോ ഈ മൾട്ടി ഡയമെൻഷണൽ എൻറ്റിറ്റി നോക്കി, നെസ്റ്റഡ് എൻറ്റിറ്റി നോക്കി. ഇനി കണ്ടൻസേഷൻ ഓഫ് കോൺഷ്യസ്നെസ്, ബോധത്തിന്റെ സാന്ദ്രീകരണം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ബോധസാന്ദ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അത് ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല ഇതില്, കാരണം അത് ഇക്കോജെനസിന്റെ വിഷയമായതുകൊണ്ട്, അത് വളരെ ഡെപ്തിൽ പോകേണ്ടതായതുകൊണ്ട് ആ ജെനസിസ് സ്പൈറലിന്റെ ആ ജെനസിസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രം, ആ ചിത്രം മാത്രം ഇവിടെ കാണിക്കുന്നു. അതിൽ ഇത്രയും മനസ്സിലാക്കുക, ബോധമാണ് ഇച്ഛകളായി മാറുന്നത്. ഇച്ഛകളാണ്, ആ ബോധം തന്നെയാണ് ഇച്ഛയുടെ രൂപത്തിലായിട്ട് അത് ഒരു പർപ്പസ് ആയിട്ട് മാറുന്നത്. ആ പർപ്പസ് ആണ് ഒരു സത്തയായിട്ട് മാറുന്നത്. സത്തയുടെ അഹമാണ് ആദ്യം ഉണ്ടാവുക, അതിനുശേഷം സത്ത ഉണ്ടാകുന്നു, സത്ത ഉണ്ടാക്കിയപ്പോൾ അത് ധർമ്മം ഉണ്ടാകുന്നു, ധർമ്മത്തിന് ശേഷം കർമ്മം ഉണ്ടാകുന്നു. ഞാൻ മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ വ്യക്തമാക്കി തരാം. ബോധം ഞാൻ ആ അഴിക്ക് കയറുന്നില്ല. ബോധത്തെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് വളരെ ഡെപ്തിൽ പോകേണ്ട ഒരു ചർച്ചയാണ്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തൊട്ടാ നീങ്ങൂല. അത് എന്റെ ശരീരം എടുക്കുക. എന്റെ ശരീരത്തിന്റെ അടിത്തറയിൽ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് എന്നെ ഉരുവാകാൻ കാരണമായ പ്രാപഞ്ചിക ബോധത്തിന്റെ തലമാണ്. അതിന് പരിബോധം എന്നാണ് പറയുക. അതിന്റെ ഒരു ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ ഉണ്ടാകുന്നത്. ഈ പരമമായ പ്രപഞ്ചം എടുക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ പരമമായ ബോധം, ശുദ്ധമായ ബോധമാണ്. ആ ശുദ്ധമായ ബോധം അതിന്റെ സൗകര്യപ്രദമായ ഒരവസ്ഥയിലേക്ക് എന്നും ചലിച്ചുകൊണ്ടിരിക്കും. അതിന് ഏറ്റവും സൗകര്യപ്രദമായ ഒരവസ്ഥയിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കും. വെള്ളം ഒരിടത്ത് കെട്ടി നിന്നാൽ അത് താഴ്ചയുള്ള ഭാഗത്തേക്ക് ഒഴുകും. നമുക്ക് ഒരു ഭാഗത്ത് എന്തെങ്കിലും വായു കൂടുതലാണെങ്കിൽ വായു കുറഞ്ഞ ഭാഗത്തേക്ക് അത് ഒഴുകും. അങ്ങനെയാണ് ഈ കാറ്റോട്ടം ഉണ്ടാകുന്നത്, വെള്ളമൊഴുക്കുണ്ടാകുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പ്രവാഹങ്ങളും ഉണ്ടാകുന്നത്, എല്ലാ ചലനങ്ങളും ഉണ്ടാകുന്നത് ഈ ഒരു വ്യതിയാനം കൊണ്ടാണ്.
അപ്പൊ ഈ വ്യതിയാനത്തിനനുസരിച്ച് എവിടെയാണോ ആ സാന്ദ്രത കുറവായി നിൽക്കുന്നത്, കുറവായിടത്തേക്ക് കൂടിയെടുത്തുനിന്ന് ഒഴുകുക എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. അപ്പൊ അങ്ങനെ ഒഴുകുന്നതാണ് ആ ഒഴുക്കാണ് ഈ പർപ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒഴുകുന്ന സമയത്ത് പ്രപഞ്ചമായ ബോധം എല്ലായിടത്തും പരന്നു നിൽക്കുന്നു. എന്റെ ശരീരത്തിലും അതിങ്ങനെ പരന്നു നിൽക്കുന്നു. തൽക്കാലം ആ പ്രപഞ്ചമായ ബോധം എന്റെ ശരീരമാണെന്ന് കരുതുക. അവിടെ ഒരു കൊതുക് കടിച്ച് ഒരു മുറിപ്പാടുണ്ടായി. അവിടെ കുറച്ച് മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു. ഇങ്ങനൊരു അവസ്ഥ വരുമ്പോ എന്റെ ശരീരം എന്ത് ചെയ്യുന്ന വെച്ചാല് അവിടെ ഒരു പ്രത്യേക ഏരിയ കണ്ടിട്ട് എന്റെ ശരീരം ആ ഏരിയയിലുള്ള കോശങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവിടുത്തെ ഒരു പ്രധാന കോശത്തോട് ആവശ്യപ്പെടും അവിടെയുള്ള ആ മാലിന്യങ്ങളെ പുറത്താക്കണമെന്ന് ഒരു മർമ്മകോശത്തോട് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു കോശത്തോട് ആവശ്യപ്പെടുമ്പോ ആ ആവശ്യം മുൻപോട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾ ആ പ്രദേശത്തെ ക്ലീൻ ചെയ്യൂ എന്നാണ് പറയുക. നിങ്ങൾ അത് ചെയ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നുള്ള ഒരു അഹങ്കാരം അവിടെ ഉണ്ടായി. പുതുതായിട്ട് അഹങ്കാരം ഉണ്ടായി. ആ അഹങ്കാരം അതിന്റെ ചുറ്റുമുള്ള ഘടകങ്ങളെല്ലാം ചേർത്തിണക്കിക്കൊണ്ട് അവിടെ ഒരു പുതിയ ശരീരം ഉണ്ടാക്കുന്നു. ഈ മൊത്തം ശരീരത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു വേലി കെട്ടിയിട്ട് ആ വേലിക്കുള്ളിൽ കുറച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു പുതിയ ജീവസത്തയെ രൂപീകരിക്കുന്നു. ഈ പുതിയ ജീവസത്ത പുതുതായിട്ടുണ്ടായതാണോ? സത്യത്തിൽ അല്ല. ഇത് മൊത്തം ആയി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും കുറച്ച് നുള്ളിപ്പെറുക്കിയെടുത്തിട്ട് അവിടെ ഒരു എൻറ്റിറ്റി ആയിട്ട് തൽക്കാലത്തേക്ക് പ്രത്യക്ഷമായതാണ്. എന്നിട്ട് അവിടുത്തെ ആ പഴുപ്പിനെ മുഴുവൻ വെളിയിലേക്ക് കളയും. അതിന് ചുറ്റുപാടുമുള്ളതിനെ മുഴുവൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ അത് കുരു വന്ന് പൊട്ടി ഈ മാലിന്യം പോകുന്നു. അതിനുശേഷം അതിന്റെ ഉത്തരവാദിത്തം കഴിയുന്ന സമയത്ത് അത് വീണ്ടും ആ കുരു വീണ്ടും ഇല്ലാതെയായി തോല് പഴയ പോലെയായി തീർന്നു. അതോടുകൂടി ആ കുരു വന്ന് പൊട്ടുക എന്നുള്ള, കുരു ഒരു എൻറ്റിറ്റി ആണല്ലോ, ആ കുരു വന്ന് പൊട്ടിപ്പോവുക എന്നുള്ള പ്രക്രിയ തീർന്നു. അപ്പോ കുരു വരുന്നതിന് മുമ്പ് ആദ്യം അവിടെ ഒരു പർപ്പസ് വന്നു, ഒരാവശ്യം വന്നു. ശരീരത്തിൽ അവിടെ മാലിന്യങ്ങൾ വന്ന് ചേർന്നു. ഈ മാലിന്യങ്ങളെ വെളിയിലേക്ക് തള്ളണം. അപ്പോ അതിനൊരു ഇന്റൻഷൻ ഉണ്ടായി. അപ്പൊ ആദ്യം ഈ മാലിന്യങ്ങൾ വന്നു ചേർന്നു എന്ന് തിരിച്ചറിഞ്ഞു. അതാണ് കോൺഷ്യസ്നെസ്. അതിനുശേഷം ഇത് വെളിയിലേക്ക് കളയണം എന്നുള്ള ഒരു ആവശ്യം വന്നു. അത് ഒരു പർപ്പസായി. അപ്പോൾ നീ അത് ചെയ്യൂ എന്നുള്ള രീതിയിൽ ഒരു അഹത്തെ രൂപീകരിച്ചു. അഹം അതിന്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ കൂടെ ചേർത്തുകൊണ്ട് ഒരു സത്താരൂപത്തിൽ, ഒരു കുരു എന്നുള്ള രൂപത്തിൽ വന്നു. അതിന്റെ ഒരു പ്രവൃത്തി, ഒരു പ്രക്രിയ, ഒരു ധർമ്മം അത് നടപ്പിലാക്കണം. എന്താണ്? ഈ പഴുപ്പിനെ വെളിയിലേക്ക് കളയാന്നുള്ളത്. പഴുപ്പിനെ വെളിയിലേക്ക് കളയണം എന്തൊക്കെ ചെയ്യണം? ചില കോശങ്ങളെ നശിപ്പിക്കണം. മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വേണ്ടുന്ന ഫ്ലൂയിഡിനെയൊക്കെ അവിടെ കൊണ്ടുവരണം. ഇതിനെല്ലാം വെളിയിലേക്ക് കളയണം. അതിനുശേഷമോ ആ ധർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ കുരുവിന് പിന്നെ പ്രസക്തിയില്ല. അപ്പൊ പിന്നെ പതുക്കെ പതുക്കെ അതിന് ഭാഗമായി വന്നു ചേർന്ന ഘടകങ്ങളെ കൂടെ ഇതുവഴി കളഞ്ഞിട്ട് അവിടെ വീണ്ടും പഴയപടിയായിത്തീരുന്നു. വീണ്ടും എന്താണ് ബാക്കി ഉണ്ടാവുക? ആ പഴയ ബോധം, അതായത് പഴയ ശരീരം മാത്രം ബാക്കി ഉണ്ടാവും. ബോധത്തിന്റെ പരിണാമം ഇത്തരത്തിലാണ്. ഒരു സത്ത പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന രീതി ഇങ്ങനെയാണ്. ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇക്കോജെൻസിസിൽ പഠിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോ കണ്ടൻസേഷൻ ഓഫ് കോൺഷ്യസ്നസ്, ബോധത്തിന്റെ സാന്ദ്രീകരണം എന്നുള്ള അവസ്ഥ. ഞാനിത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ചാൻസ് എന്നും എന്താണ് ചോയ്സ് എന്നും മനസ്സിലാവണമെങ്കിൽ, വെച്ചാൽ നമ്മൾ സാധാരണ രണ്ട് പദങ്ങൾ വെറുതെ അങ്ങനെ എടുത്ത് ഉപയോഗിക്കും. ഈ രണ്ട് പദങ്ങളല്ല, ലോകത്ത് മിക്കവാറും കിട്ടുന്ന പദങ്ങളെല്ലാം നമ്മൾ കയറ്റി അങ്ങ് വെറുതെ അങ്ങ് ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ അതിനെ ശാസ്ത്രീയമാണെന്ന് പറയും, ഇതിന്റെ ആധികാരികമാണെന്ന് പറയും. ശാസ്ത്രീയമോ ആധികാരികമോ ആണെങ്കിൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ പറയാതിരിക്കാതാണ് നല്ലത്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ കോൺഷ്യസ്നസ്, ഇന്റൻഷൻ, പർപ്പസ്, എൻറ്റിറ്റി, ധർമ്മ, കർമ്മ, ഇതെല്ലാം തന്നെ ഡിഫൈൻഡ് ആണ്. ആ ഡെഫിനിഷനിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ഇങ്ങനെയാണ് ബോധം പരിണമിച്ചത്. അപ്പോ സ്ട്രക്ചർ ഓഫ് നേച്ചർ നോക്കുന്ന സമയത്ത് അതിന് ഏതൊരു സത്ത എടുത്താലും അതിന് 5 മുഖങ്ങളുണ്ട്. അതിന്റെ ഭൗതിക രൂപം, കാണുന്ന രൂപം മാത്രമല്ല, അതിന് 5 രൂപങ്ങളുണ്ട് മനസ്സിലാക്കി. അതിന് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഈ ക്രമത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന എല്ലാം കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്നു. എങ്ങനെ? ശരീരം പറഞ്ഞല്ലോ, ശരീരം, ജീവൻ, മനസ്സ്, ജ്ഞാനം, ചൈതന്യം എന്ന് പറഞ്ഞ 5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5ഉം കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്നു. ശരീരം, വലിയ ശരീരത്തിനകത്ത് ചെറിയ ശരീരവും, ചെറിയ ശരീരത്തിനകത്ത് അതിനും ചെറിയ ശരീരമായിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ വലിയ ജീവനകത്ത് ചെറിയ ജീവനും, അതിലും ചെറിയ ജീവനും, അതിലും ചെറിയ ജീവനായിട്ട് നിൽക്കുന്നു. വലിയ മനസ്സിനകത്ത്, ശ്രദ്ധിക്കുക, വലിയ മനസ്സിനകത്ത് ചെറിയ മനസ്സും, അതിനകത്ത് അതിലും ചെറിയ മനസ്സും, അതിലും ചെറിയ മനസ്സും തമ്മിൽ
ചേർന്നിണങ്ങി ജീവിക്കുന്നു. എങ്ങനെ? പരസ്പരം സപ്പോർട്ട് ചെയ്ത്, പരസ്പരം സ്വാധീനിച്ച്, അല്ലെ? ആ ഇന്ററാക്ഷനിൽ കൂടെയാണ് ഇത് ജീവിക്കുന്നത്. അതുപോലെ തന്നെ വലിയ അറിവ് ചെറിയ അറിവിനൊപ്പവും, ചെറിയ അറിവിനകത്ത് അതിലും ചെറിയ അറിവുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. വലിയ ചൈതന്യം, അതിനകത്ത് ചെറിയ ചൈതന്യം, അപ്പോ ഈ കൂടുകൾക്കകത്ത് കൂടുകൾ എന്ന് പറയുന്നത്, ഈ മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞ ആദ്യത്തെ ഭാഗം 5 ഭാഗങ്ങളായി നിൽക്കുന്ന 5നും ഈ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ ബോധപരമായിട്ടുള്ള പരിണാമങ്ങളും ഉണ്ട്. ഫെലോസിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ പറഞ്ഞു പോകുന്നത്? പുതിയ ആളുകളുടെ കാര്യം എനിക്ക് അറിയില്ല, ഫെലോസിന് അത് കിട്ടുന്നുണ്ടല്ലോ. റൈറ്റ്. ഇനിയാണ് നമുക്ക് മൈൻഡ് എന്താണെന്ന് നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നതാണ് മനസ്സെന്ന് പറയുന്നത്. എന്താണ് ധർമ്മം? ഒരു സത്ത ഉണ്ടാകുമ്പോൾ അത് ഉപരിവ്യവസ്ഥ അതിനെ ഉരുവാക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ കൈ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് എന്റെ ഉപരിവ്യവസ്ഥയുടെ, എന്റെ ശരീരത്തിന്റെ ഒരു ആവശ്യം നിർവഹിക്കാനാണ്. കൂടുകൾക്കകത്ത് കൂടുകളായ ക്രമീകരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോ എന്റെ ഉപരിവ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ഇരിക്കുന്ന കൂടെ ഏതോ അത്, ഞാനിപ്പോ ഭൂമിയുടെ അകത്താണ് ഇരിക്കുന്നത്, ഭൂമിയാണ് എന്റെ ഉപരിവ്യവസ്ഥ. ഭൂമിയുടെ ഒരു ആവശ്യം നിർവഹിക്കാനാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ എന്റെ ആവശ്യം നിർവഹിക്കാനാണ് എന്റെ കൈ ഉണ്ടായിട്ടുള്ളത്. എന്റെ ആവശ്യം നിർവഹിക്കാനായിട്ട് കൈ ഉണ്ടായിരിക്കുമ്പോൾ ആ കൈ എനിക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതാണ് ധർമ്മം. അപ്പോ ഇവിടെ ലോകത്ത് ഏത് സത്ത ഉണ്ടാകുമ്പോഴും, ഏത് എൻറ്റിറ്റി ഉണ്ടാകുമ്പോഴും അതിനൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം ഉണ്ടെന്ന് വെച്ചാൽ അത് അതിന്റെ ഉത്തരവാദിത്വമാണ്. ലോകത്ത് ഉത്തരവാദിത്തമുള്ള ആളുകൾ മുഴുവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ അതേപോലെ നിർവഹിക്കപ്പെടുകയൊന്നുമില്ല. ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഈ ഉത്തരവാദിത്തങ്ങൾ കുറച്ചെങ്കിലും നിർവഹിക്കാതിരിക്കില്ലല്ലോ. ആ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് കർമ്മം എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത്. എന്ത് ചെയ്യണമോ അത് റെസ്പോൺസിബിലിറ്റി, എന്ത് ചെയ്യുന്നു അത് പ്രവൃത്തി. ഈ ഉത്തരവാദിത്തത്തെ എങ്ങനെ ചെയ്യുന്നു? ഇപ്പൊ നമ്മളൊരു മുറ്റം അടിച്ചു വരാനായിട്ട് ഒരാളെ നിയോഗിക്കുന്നു, ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തുക. അയാൾ മുറ്റം അടിക്കുന്നത് നേരെ അല്ലാന്ന് വെച്ചാൽ ആ പണിക്കാരനെ മറ്റേ നമ്മൾ വേറൊരു പണിക്കാരനെ നിർത്തും, അല്ലെ? അപ്പൊ ചെയ്യാനുള്ള പണി ചെയ്യാനാണ് അയാളെ നിർത്തിയിരിക്കുന്നത്. അതാണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി. അയാളത് നന്നായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമുണ്ട്. നന്നായി ചെയ്താൽ അയാൾക്ക് അപ്രീസിയേഷൻ കിട്ടും, നന്നായി ചെയ്തില്ലെങ്കിൽ നമ്മൾ വഴക്ക് കൊടുക്കും. വഴക്കെന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. നന്നായി ചെയ്തു കഴിഞ്ഞാലോ ആ സംഭവം കഴിഞ്ഞു, അതിന്റെ പ്രക്രിയ കഴിഞ്ഞു, സ്മൂത്തായി. മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെ നന്നായി ചെയ്താൽ വീണ്ടും അവന് പണി കൊടുക്കും, അത് വേറെ വശം, അവിടെ ഇരിക്കട്ടെ. തൽക്കാലത്തേക്ക് ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന പ്രക്രിയ ആരാണ് ചെയ്യുന്നത്? അതിനൊരു പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതുണ്ട്. ആ പ്രോഗ്രാമിംഗ് എന്തൊക്കെ നോക്കണം? ഇപ്പൊ എന്താ അവസ്ഥ, ഇപ്പൊ ചുറ്റുപാടും എന്താണ് അവസ്ഥ നോക്കി. എന്റെ കയ്യിൽ എന്താ ഉള്ളത്? എനിക്ക് എന്റെ കയ്യിൽ ചൂലുണ്ട്, മുറ്റമുണ്ട്, അടിച്ചു വാരാനുള്ള ശേഷിയുണ്ട്, അതിനെ കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ എങ്ങനെ അടിച്ചു വാരിയത്? ആ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് അടിച്ചു വാരി. അപ്പൊ ഇതിനു മുമ്പ് അടിച്ചു വാരിയതിന്റെ ഓർമ്മയുണ്ട്. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് അടിച്ചു വാരിയിട്ട് ആ ചപ്പ് എടുത്തിട്ട് ഇന്നലെ നട്ട ഇഞ്ചിപ്പിയുടെ താഴെ കൊണ്ട് ഇടണം ഈ ചപ്പുകൾ. ഇനി ചെയ്യാൻ പോകുന്നത്, ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പോൾ എന്താണത്? അത് വർത്തമാനം, ഇന്ദ്രിയങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. കഴിഞ്ഞത് എന്താണ്? അതെന്റെ ഓർമ്മകളിൽ നിന്ന് സ്വീകരിച്ചു. എന്താണ് എന്റെ ശേഷി? അത് ഞാൻ സ്വീകരിച്ചു. ഇവയെല്ലാം കൂടെ ഒരിടത്തിട്ട് ഇങ്ങനെ നമ്മൾ പ്രോസസ് ചെയ്തു. ആ പ്രോസസ് ചെയ്യുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ, ആ പ്രക്രിയയാണ് നമ്മൾ മനസ്സെന്ന് പറയുക. ഈ മനസ്സെന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്, അതൊരിക്കലും ഒരു സാധനമല്ല. മനസ്സ് എവിടെയാണെന്ന് ചോദിക്കുന്നത്, മനസ്സൊരു സാധനമല്ല, അതൊരു പ്രവർത്തനമാണ്. ഈ മനസ്സിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, മനസ്സിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശേഷി. ഫെലോഷിപ്പിലുള്ളവർ എന്നെ നോക്കുക. ശേഷി നമ്മുടെ സൈഡിലേക്ക് കൈ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ശേഷി, ആന്തരികമായിട്ടുള്ള ശേഷി, ഇന്റേണൽ ഫാക്കൽറ്റീസ്. സെൻസസ് മുൻപില്, മെമ്മറീസ്. നിങ്ങൾ ഏത് സൈഡാ കാണുന്ന അറിയാം, ഞാൻ എന്റെ അടുത്ത വശമാണ് കാണിക്കുന്നത്. മെമ്മറീസ് ആൻഡ് ആസ്പിറേഷൻ, പ്രത്യാശകൾ, ആസ്പിറേഷൻസ്. ഫാക്കൽറ്റീസ്, സെൻസസ്, മെമ്മറീസ്, ആസ്പിറേഷൻ ആൻഡ് അനാലിസിസ്, വിശകലനങ്ങൾ നടത്തും. ഈ 5 കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ഈ 5 കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ നെസ്റ്റഡ് ഹൈറാർക്കിയെ കുറിച്ച് പറഞ്ഞു. മുമ്പേ പറഞ്ഞു
ശരീരത്തിനകത്ത് ശരീരമായിട്ടാണ് കൂടുകളായിട്ട് ശരീരം ക്രമീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ജീവനായിട്ട് അത് ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിനകത്തായിട്ട് മനസ്സും ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോ എന്റെ അകത്തൊരു മനസ്സുണ്ടല്ലോ, എന്റെ അകം കോശങ്ങൾക്ക്, അവയവങ്ങൾക്കൊക്കെ ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സിനെ ഞാൻ അറിയുന്നത് ചോദന എന്ന പേരിലായിരിക്കും. ചോദന, ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ള പേരിലായിരിക്കും. എന്റെ ആന്തരിക മനസ്സിനെ ഞാൻ അറിയുന്നത് ചോദന എന്നുള്ള പേരിലായിരിക്കും. ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ, ആ ചിന്തിച്ച് കൂട്ടുന്ന ഒരവസ്ഥ. ചിന്തിക്കുമ്പോൾ എനിക്ക് താല്പര്യം തോന്നുന്നത് എവിടേക്കാണ്? ഇപ്പൊ ഞാനൊരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു, അതിന്റെ സ്റ്റിയറിംഗ് വീൽ എങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു, ആ വഴിക്കായിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് നീങ്ങി പോവുക. അല്ലെങ്കിലോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നീക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റിയറിംഗ് എനിക്ക് വേണ്ടുന്ന സൗകര്യമായിട്ടുള്ള വഴിയിലേക്ക് തിരിക്കണം. അതാണ് എന്റെ ആക്റ്റീവ് ആയിട്ടുള്ള മൈൻഡ്. അതിനെയാണ് എന്റെ ഇന്റൻഷൻ എന്ന് പറയുക. എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ആക്റ്റീവ് മൈൻഡാണ്. ഓക്കെ, ഇനി എന്റെ മനസ്സിന്റെ ഒപ്പം തന്നെ എനിക്ക് സഹമായിട്ട് എന്റെ കൂടെയുള്ളവരുടെ മനസ്സ് കൂടെ ഒരു വിഷയമാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഇങ്ങനെ വടക്കോട്ട് പോകാൻ നിൽക്കുമ്പോൾ പാടാ നമുക്ക് തെക്കോട്ട് പോകാൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെക്കോട്ട് പോകേണ്ടി വരും. കാരണം ഞാൻ ഒരു സഹവർത്തിത്വത്തിൽ ജീവിക്കുന്നതാണ്. സഹവർത്തിത്വത്തിലാണ് ഞാൻ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ എന്റെ ഇണ, എന്റെ മക്കള്, എന്റെ അച്ഛനമ്മമാര്, എന്റെ സഹോദരങ്ങൾ, ഇവരെല്ലാവരും എന്റെ കുടുംബത്തിലുണ്ട്. ഇവരെല്ലാവരും പരിഗണിക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതാണ് സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുക. സാമൂഹ്യ ആവശ്യങ്ങളെ കുറിച്ചുള്ള എന്റെ ബോധ്യം അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആന്തരികമായിട്ട് എന്റെ അകം ലോകത്തുനിന്ന് ഒരു ചോദന എന്നുള്ള രൂപത്തിൽ ഒരു കാര്യം വരും, പുറം ലോകത്ത് നിന്നും അങ്ങനെ ഒരു കാര്യം വരുന്നു. പിന്നെ എന്റെ പ്രകട മനസ്സിൽ എന്റെ ഇച്ഛകൾ, എന്റെ താല്പര്യങ്ങൾ വരുന്നു. സോഷ്യൽ കോഗ്നിഷൻ എന്നുള്ളത് സാമൂഹ്യമായിട്ടുള്ള ആ ബോധ്യം എന്ന് പറയുന്ന സംഭവം ഇവിടെ കോ മൈൻഡിൽ വരുന്നു. അതുപോലെ തന്നെ ട്രാൻസ് മൈൻഡിൽ ഉപരിവ്യവസ്ഥയിൽ നിന്നും വരുന്നതിനെയാണ് നമ്മൾ നിയതി എന്ന് പറയുക. അകത്തു നിന്നും എന്നോട് ഒരു ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് വിശക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ എനിക്ക് അല്പം എന്താ പറയാ ഒരു ചിത്രം വരയ്ക്കണമെന്ന് തോന്നുന്നു, ഒരു പാട്ട് പാടണമെന്ന് തോന്നുന്നു. ഇത് എന്റെ ഉള്ളിൽ നിന്നും അകത്തു നിന്നും വരുന്നതാണ്. അതിനെയാണ് ഞാൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ളത് ആന്തരികമായിട്ടുള്ള ചോദന. അതുപോലെ തന്നെ എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഞാനിപ്പോ ചിന്തിക്കുകയാണ് പാട്ട് പാടണം, ഇന്ന പാട്ട് പാടാം, ആയിക്കോട്ടെ ഇന്ന പാട്ട് പാടാം, അത് എന്റെ ഇന്റൻഷനാണ്. ഞാൻ ഇന്റന്റ് ചെയ്യുന്നു, ഇതിലേക്ക് പോകണം എന്ന് ഇന്റന്റ് ചെയ്യുന്നു. മറ്റേത് ചോദന എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികാരമാണ്, ഫണ്ടമെന്റൽ ആണത്. ഇന്റൻഷൻ എന്നുള്ളത് സ്പെസിഫിക് ആണ്, ഫണ്ടമെന്റൽ അല്ല, സ്പെസിഫിക് ആണ്. അത് ഇന്റൻഷൻ ആയിട്ട് വരും. അതുപോലെ തന്നെ എന്റെ മനസ്സിൽ സ്വാധീനിക്കുന്ന കാര്യം സോഷ്യൽ കോഗ്നിഷൻ എന്നുള്ളത് സാമൂഹ്യ ബോധവുമായി ബന്ധപ്പെട്ടത്, സമൂഹത്തിന്റെ സ്വാധീനം വരുന്നത്. അതുപോലെ തന്നെ എന്നിലേക്ക് വരുന്ന ഉപരിവ്യവസ്ഥയിൽ നിന്നും വരുന്ന കാര്യങ്ങളെയാണ്, ഉപരിവ്യവസ്ഥയുടെ മനസ്സിനെയാണ് ഞാൻ ഡെസ്റ്റിനി എന്ന് പറയാം. ആന്തരിക മനസ്സിൽ ചോദന, ബാഹ്യ മനസ്സിൽ വരുന്നത് അല്ലെ ബാഹ്യ കൂടല്, വെളിയത്തെ കൂടല് വരുന്നത് ഡെസ്റ്റിനി അഥവാ നിയതി. അതിന് സാധാരണ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ, വിധി എന്നൊക്കെ പറയും. വിധി എന്ന് പറയുന്നത് എവിടെന്നാ വരുന്നതെന്നറിയോ? ഈ രാജാവ് നമ്മളെ ഭരിച്ചിരുന്ന ഒരു അവസ്ഥയില് രാജാവാണ് കൺകണ്ട ദൈവം. അപ്പോ രാജാവ് വിധിക്കും. അതുപോലെ വിധിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് വിധി എന്നുള്ള പദം ഉപയോഗിച്ചു തുടങ്ങി. വിധിതമായത് എന്നുള്ളത് നിയതമായതെന്തോ അങ്ങനെയാണോ സംഭവിക്കേണ്ടത്, അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കാനായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്, നിയതി എന്ന് പറയുന്നത്, നിയതമാകുന്നത്. ഓക്കെ, ഇനി ഈ മൈൻഡ് എന്ന് പറയുന്നതിന്റെ ഈ പല തലങ്ങൾ പറഞ്ഞല്ലോ. അകത്ത് ചോദന, പുറത്ത് നിയതി, വശത്ത് എന്താ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളല്ല. സാമൂഹ്യ ബോധം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ സാമൂഹ്യ ബോധം അല്ല ഞാൻ പറയുന്നത് കേട്ടോ, സമൂഹത്താൽ ബാധിക്കപ്പെടുന്ന എന്റെ ബോധം, സോഷ്യൽ കോഗ്നിഷൻ എന്നാണ് പറയുക. അതിന് കൃത്യം മലയാളം സാമൂഹ്യ ബോധം അല്ല, സാമൂഹ്യ ബോധമല്ല, സാമൂഹ്യ ബോധ്യം, സമൂഹ ബോധ്യം, സമൂഹത്തിന്റെ ടോട്ടൽ മൈൻഡിനെയാണ് പറയുന്നത്. ഓക്കെ, സോഷ്യൽ കളക്റ്റീവ് എന്നൊക്കെ പറയാം, കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്നൊക്കെ പറയാം. ഓക്കെ, ഈ മൈൻഡ് ഈസ് എ ഫങ്ഷണൽ സിസ്റ്റം. ഈ മനസ്സ് ഒരു പ്രത്യേക ധർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള വ്യവസ്ഥയാണ് ഈ പറഞ്ഞു വരുന്നത്. മനസ്സെന്ന് പറയുന്നത് ഒരു പ്രത്യേക ധർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള വ്യവസ്ഥയാണ്.
അത് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് എന്റെ ശരീരത്തിന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്റെ ഉപരിവ്യവസ്ഥയുടെ ആവശ്യം നിർവഹിക്കാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയുള്ളത്, ഞാൻ സാഹിബിന്റെ സ്കൂളിൽ പോയപ്പോൾ മുതൽ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം എന്താ, എന്റെ മാതാപിതാക്കൾ നടത്തിയ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ ഇതൊരു പ്രോസസ്സിന്റെ ബൈ പ്രോഡക്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ ധാരണയാണ്, ബൈ പ്രോഡക്റ്റ് ആണെന്നുള്ള ധാരണയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കാര്യകാരണ സിദ്ധാന്തങ്ങളുടെ റിലേഷനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാറുണ്ട്. ഇപ്പൊ ചർച്ചയ്ക്കുള്ള സമയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കയറുന്നില്ല. എന്റെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ അതിന് മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഇതൊന്നും ബൈ പ്രോഡക്റ്റ് അല്ല. എന്റെ കൈ ഉണ്ടായത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായതല്ല. എന്റെ ശരീരത്തിലെ കോശങ്ങൾ ഉണ്ടായത് ബൈ പ്രോഡക്റ്റ് ആയിട്ടല്ല. എനിക്ക് ഹൃദയമുണ്ടായത്, കരളുണ്ടായത്, കുടലുണ്ടായത്, മലാശയം ഉണ്ടായത്, പാദമുണ്ടായത്, ബാലൻസ് ഉണ്ടായത്, ജ്ഞാനം ഉണ്ടായത് ഒന്നും ബൈ പ്രോഡക്റ്റ് ആയിട്ടല്ല. ഇത് ഉണ്ടായി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? അതുണ്ടെങ്കിലേ എനിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. എനിക്ക് വേണ്ടി അതുണ്ടായി. ഞാൻ നിർദ്ധാരണം ചെയ്തു പോകുന്ന ഒരു ജീവിതത്തിന് നടപ്പിലാകണമെങ്കിൽ എന്തെല്ലാം വേണോ അതെല്ലാം എന്നിൽ ഉണ്ടായി, നേരത്തെ തന്നെ ഉണ്ടായി. അപ്പോ ഇതൊരു ഹയർ പർപ്പസിന് വേണ്ടിയാണ്, ഉയർന്ന തരത്തിലുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓരോ സത്തയും ഇവിടെ ഉണ്ടാകുന്നത്. ഞാൻ ഉണ്ടായിട്ടുള്ളത് ഉയർന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഉണ്ടാകുന്നത് ഉയർന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓരോ എൻറ്റിറ്റികളും ഇവിടെ ഉണ്ടാകുന്നത്. എൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഈ ഷൂട്ട് ഔട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഷൂട്ട് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫ് ഷൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ചെടികൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിന് ഒരു കുഞ്ഞു ശിഖരം പൊട്ടിമുളയ്ക്കുന്നതിനാണ് ഷൂട്ട് ഔട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓഫ് ഷൂട്ട് എന്നൊക്കെ പറയാം. ഓഫ് ഷൂട്ട് എന്ന് വെച്ചാൽ അതിൽ നിന്നും ഇങ്ങനെ ഒരു ശിഖരം പതുക്കെ ഉയരുന്നത്. ഇതൊരു കുഴൽ പോലെയാണെങ്കിൽ കുഴലിന്റെ വെളിയിലേക്ക് ഇങ്ങനെ ഉയരുന്നു, അത് ഷൂട്ട് എന്ന് പറയുന്നത്. ഓഫ് ഷൂട്ട് എന്ന് പറയും. അത് അകത്തേക്കാണ് വരുന്നതെങ്കിലോ ഷൂട്ട് ഇൻ എന്ന് പറയാം. ഉപരിയായ ബോധം അകത്തേക്ക് പൊട്ടുമുളയ്ക്കുന്നതാണ് മനസ്സെന്ന് പറയുന്നത് കേട്ടോ. പരമമായ ബോധം ഇവിടെ ഒരു സത്തയെ ഉരുവാക്കുന്നത് എങ്ങനെയാണ്? പരമമായ ബോധം അതിന്റെ ഒരു പ്രത്യേക ഭാഗത്തെ അകത്തേക്ക് മുളപ്പിക്കുന്നതാണ്, പ്രാദേശികമായിട്ട് മുളപ്പിക്കുന്നതാണ് ആന്തരികമായിട്ടുള്ള മനസ്സെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വെളിയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, കൂടുകളായിട്ട് ഉള്ള ക്രമീകരണം. ആ കൂടുകൾക്കകത്ത് കൂടുകളായി വരുമ്പോൾ ശരീരത്തിനകത്ത് ശരീരം എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നത് പോലെ മനസ്സിന് ജീവനകത്ത് ജീവൻ എന്ന് പറയുന്നത് പോലെ മനസ്സിനകത്ത് മനസ്സുണ്ടാകുന്നു. അപ്പൊ ഒരു മനസ്സുണ്ട്. ആ മനസ്സിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതിന്റെ അകത്തെ കൂടിനെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അകത്തെ ശരീരം ഉണ്ടാക്കുന്നത്. ആ ശരീരത്തിന്റെ മനസ്സിനനുസരിച്ചാണ് അകത്തെ മനസ്സിനെ ഉണ്ടാക്കുന്നത്. ആ അകത്തെ മനസ്സെന്ന് പറയുന്നത് അതിന്റെ അകത്തേക്കുള്ള, ഈ വെളിയിലുള്ള മനസ്സിന്റെ അകത്തേക്കുള്ള ഒരു മുളയാണ് എന്ന് മനസ്സിലാക്കുക. ആ മുള എന്ന കാര്യത്തിൽ ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ബിംബമായി പതിയണം. അപ്പോഴാണ് പിന്നീട് അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് റീകലക്ട് ചെയ്യാൻ കഴിയും. ഒരു ചെടി വെക്കുമ്പോൾ അതിൽ നിന്നും ഒരു കിള പൊട്ടി മുളയ്ക്കുന്നത് പോലെ അകത്തേക്ക് മുളയ്ക്കുന്ന ഒരു പന്ത് ഉണ്ടെന്നിരിക്കട്ടെ. ആ പന്തിൽ നിന്നും വെളിയിലേക്ക് ഒരു ബൾജിങ് വരുന്നു. കാറ്റ് നിറയ്ക്കുമ്പോൾ വെളിയിലേക്ക് ഒരു ബൾജിങ് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പന്തിന്റെ ഒരു ഭാഗം പൊങ്ങി നിൽക്കുന്നു. അതേപോലെ തിരിച്ചാണ് വരുന്നതെങ്കിലോ, അതേപോലെയാണ് വെക്കുന്നതെങ്കിൽ, നമ്മളിപ്പോ ഒരു വലിയ ജലസംഭരണിക്കകത്ത് നമ്മളൊരു ഗോളം പോലെ ഒരു സാധനം റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇരിക്കുന്നു. അതിലൊരു ഭാഗത്തിൽ അല്പം വീക്കാണെങ്കിൽ വെള്ളം അതിനകത്തേക്ക് തള്ളി നിൽക്കില്ലേ? അതുപോലെ ഒരു ഷൂട്ട് ഇൻ ആണ്, പ്രാദേശികമായിട്ടുള്ള ഷൂട്ട് ഇൻ ആണ് ലോക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ബോധത്തിന്റെ ഒരു ഷൂട്ട് ഇൻ ആണ്. ബോധത്തിന്റെ ഒരു അകത്തേക്കുള്ള അകത്തേക്കുള്ള ഒരു മുളയാണ് നമ്മുടെ മനസ്സ്. ഉപരിവ്യവസ്ഥയുടെ മനസ്സിന്റെ ഒരു ഉള്ളിലേക്കുള്ള മുളയ്ക്കലാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അത് കൃത്യമായി ബോധ്യപ്പെടുക. ഇനി ഈ ഹയർ കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ഹയർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഉപരിവ്യവസ്ഥയുടെ, തൽക്കാലത്തേക്ക് ഭൂമിയിൽ എടുക്കുക, ഭൂമിയുടെ മനസ്സ് അകത്തുള്ള ആക്ഷന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഏതുപോലെ? എന്റെ പുറംചൊറിയണമെങ്കിൽ എന്റെ കയ്യോട് ഞാൻ ആവശ്യപ്പെടും, കയ്യെ പോയി പുറംചൊറിയൂ എന്ന്. അപ്പോ എന്റെ ശരീരം കയ്യോട് ഒരു വിനിമയം നടത്തുന്നുണ്ട്.
ശരിയല്ലേ? നിങ്ങളെ പുറം ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനാണെന്ന് മനസ്സിലാവുക പുറത്ത് കൊതുക് കടിച്ചു അല്ലെങ്കിൽ ഒരു ചൊറിച്ചിൽ വന്നു എന്നുള്ളത്. അത് ശരീരത്തിനാണ് മനസ്സിലാവുക, കൈക്കല്ല മനസ്സിലാവുക. ശരീരം കയ്യോട് ആവശ്യപ്പെടുന്നു, കയ്യെ നീ ഉയർന്നു ചെന്ന് മടങ്ങി ചുരുങ്ങി അവിടെ ചെന്നിട്ട് മാന്തു എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ ഹയർ കോൺഷ്യസ്നസ്, എന്റെ ശരീരത്തിന്റെ ബോധം കറസ്പോണ്ട് ചെയ്യുന്നു, സംവേദനം ചെയ്യുന്നു ഫോർ ഇന്നർ ആക്ഷൻ. അകത്തുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി വെളിയിലുള്ള ഒരു മനസ്സ് അകത്തേക്ക് ചെന്ന് അകത്തേക്ക് നിർദ്ദേശം ചെയ്യുന്നു, കൊടുക്കുന്നു. എങ്ങനെയാണ് കൊടുക്കുന്നത്? പുറത്തുള്ള മനസ്സിന്റെ ഒരു കിള, ഒരു ശിഖരം ഉള്ളിലേക്ക് വളർന്നു പോയിട്ടുണ്ട്, അത് ചെന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹയർ കോൺഷ്യസ്നസ് ഉള്ളിലേക്ക് ഒരു നിർദ്ദേശം നൽകുന്നു. ഈ അകത്തെ ഒരു ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തതുപോലെ തന്നെ ഇന്നർ കോൺഷ്യസ്നസ് കറസ്പോണ്ട് ഫോർ ഔട്ടർ സപ്പോർട്ട്. എന്റെ ആമാശയത്തിലേക്ക് ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രിയൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ആവശ്യമാണ്. അതെങ്ങനെയാണ് വിനിമയം ചെയ്യുക? വിശപ്പ് എന്ന രൂപത്തിൽ മുകളിലേക്ക് എനിക്ക് വല്ലതായോ എന്ന് പറഞ്ഞൊരു വിനിമയം നടത്തും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ വിശപ്പറിയുക. അപ്പൊ ഞാൻ പറഞ്ഞു, പുറത്തുള്ള മനസ്സ് അകം മനസ്സിനോട് വിനിമയം ചെയ്യുമെന്ന്. അതെങ്ങനെ? എന്റെ ശരീരം കൊതുക് കടിച്ച ഭാഗം ചൊറിയാനായിട്ട് എന്റെ കൈയോട് ആവശ്യപ്പെടും. അതൊരു ഉദാഹരണമാണ്. അതേപോലെ അകം മനസ്സ് പുറത്തോട് സംവദിക്കുന്നതാണ്. നിങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആമാശയത്തിനകത്ത് ഭക്ഷ്യവസ്തുക്കൾ വേണ്ടി വരുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ തായോ എന്ന് ശരീരത്തോട്, ആമാശയം എന്ന് പറയുന്നത് ഒരു അവയവമാണ്, അവയവം ശരീരത്തോട് ആവശ്യപ്പെടും. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ ചോദന എന്ന് പറയാം. അപ്പൊ ഇന്നർ കോൺഷ്യസ്നസ് നമ്മളോട് സഹായം ആവശ്യപ്പെടും, ഔട്ടർ സപ്പോർട്ടിന് വേണ്ടി ആവശ്യപ്പെടും. അപ്പൊ ഉപരിവ്യവസ്ഥയും ആവശ്യപ്പെടും, ആന്തരിക വ്യവസ്ഥയും ആവശ്യപ്പെടും. ഒരു ബോധതലത്തോട് എന്നോട് എന്റെ ഉപരിവ്യവസ്ഥ ആവശ്യപ്പെടും ചില കാര്യങ്ങൾ, ആന്തരിക വ്യവസ്ഥ ആവശ്യപ്പെടും. ഓക്കെ. When our correspondence balances, peace emerges. ഉപരിവ്യവസ്ഥ എന്നോട് ആവശ്യപ്പെടുന്നതും ആന്തരിക വ്യവസ്ഥ ആവശ്യപ്പെടുന്നതും സമവാഗത്തിൽ നിന്നാൽ, അതായത് എനിക്ക് വിശന്നു, ചോദന ഒന്നു, എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ ഉപരിവ്യവസ്ഥയോട് പറഞ്ഞു. ഉപരിവ്യവസ്ഥ ഉടനെ തന്നെ എന്നാ മോനെ ഭക്ഷണം കഴിച്ചോ എന്ന് പറയുന്നു. നമ്മൾ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു, അത് ഉടനെ തന്നെ വയറ്റിലേക്ക് ചെല്ലുന്നു. സംഭവം ക്രമീകരണമായി. ആന്തരിക വ്യവസ്ഥ എന്നോട് പറയുന്നു ഭക്ഷണം തായോ. ഞാൻ വെളിയിലോട് പുറം ലോകത്തോട് ചോദിക്കുന്നു ഭക്ഷണം തായോന്ന്. അപ്പൊ വെളിയിൽ ഭക്ഷണം ഇല്ല. എന്ത് ചെയ്യും? തിരിച്ച് ഈ വിനിമയം അങ്ങോട്ട് പോയതുപോലെ തിരിച്ചിങ്ങോട്ടുള്ള ഒരു വിനിമയം നടക്കാതെ വന്നാൽ എന്ത് ചെയ്യും? അവിടെ ഈ ചേർന്ന് പോക്കുണ്ടാവില്ല, ഈ കറസ്പോണ്ടൻസ് ബാലൻസ് ചെയ്യില്ല. ഇവ തമ്മിലുള്ള ഉയർന്ന കൂടും അകത്തെ കൂടും തമ്മിലുള്ള വിനിമയം പ്രോപ്പർ ആവില്ല. അങ്ങനെ പ്രോപ്പർ ആകാതെ വരുമ്പോ അവിടെ സമാധാനം ഉണ്ടാവില്ല, പീസ് ഉണ്ടാവില്ല, സ്വസ്തി. എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്നതാണ് സ്വസ്തി. ഇല്ലേ? നിങ്ങൾക്ക് ഫെലോസിന് അറിയാലോ, എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്നതാണ് സ്വസ്തി. ഈ സ്വസ്തി സംഭവിക്കോ? എന്റെ ഇച്ഛ വന്നു പക്ഷെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നും വന്നു അകത്തുനിന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് തമ്മിൽ ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്വസ്ഥത പോയി. അപ്പോ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഈ പ്രകൃതിയുടെ മനസ്സെന്ന് പറയുന്ന സംഭവത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഉപരിവ്യവസ്ഥ, വെളിയിലുള്ള വ്യവസ്ഥയ്ക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, എന്റെ ആന്തരിക കോശത്തിനും മനസ്സുണ്ട്. വെളിയിലുള്ള മനസ്സിനെ ആണ് നമ്മൾ പറയുക, അവിടുത്തെ മനസ്സിനെ അല്ല. അവിടുത്തെ മനസ്സിനെ ഞാൻ ഇവിടെ നിന്ന് പറയുക. അവിടെ അവര് പറയുന്നത് അവിടുത്തെ മനസ്സ് അവിടെ മനസ്സ് മാത്രമാണിത്. ഇവിടുത്തെ മനസ്സ് മാത്രമാണ്. കോശത്തിന്റെ മനസ്സ് കോശത്തിന്റെ തലത്തിൽ അവിടുത്തെ മനസ്സ് മാത്രമാണ്. ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ കോശത്തിന്റെ തലത്തിനെ ഞാൻ വിളിക്കും ചോദനാന്ന്. ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ ഉപരിയായിട്ടുള്ള ആ മനസ്സിനെ വിളിക്കും ഡെസ്റ്റിനി എന്ന്. അപ്പൊ ഡെസ്റ്റിനി ഈസ് ദ മൈൻഡ് ഓഫ് ട്രാൻസിസ്റ്റർ. ഉപരിവ്യവസ്ഥയുടെ മനസ്സിനെയാണ് നിയതി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, ഒരിക്കലും വ്യക്തതയ്ക്ക് വേണ്ടി പറയുന്നു. ഡെസ്റ്റിനി ഈസ് ദ മൈൻഡ് ഓഫ് ട്രാൻസിസ്റ്റർ. ഈ ഉപരിവ്യവസ്ഥയാണല്ലോ, ഉപരിവ്യവസ്ഥയുടെ മനസ്സിനെയാണല്ലോ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഉപരിവ്യവസ്ഥയിൽ നിന്നും എന്നിലേക്ക് ഇതെങ്ങനെയാണ് വരിക?
ഞാൻ എന്റെ കൈയോട് ആവശ്യപ്പെട്ടു പുറം ചൊറിയൂ, കൊതുക് കടിച്ചപ്പോ അവൻ ചൊറിയൂ എന്ന് ആവശ്യപ്പെട്ടപ്പോ ഇവിടെ നിന്ന് ഒരു ചോദന അങ്ങോട്ടേക്ക്, അല്ല ഒരു നിർദ്ദേശം അങ്ങോട്ടേക്ക് പോയില്ലേ? അതുപോലെ ഉപരിവ്യവസ്ഥയിൽ നിന്നും എനിക്കൊരു നിർദ്ദേശം വരില്ലേ? ആ നിർദ്ദേശം എന്തായിരിക്കും? എന്നോട് വിനിമയം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ആ സാഹചര്യത്തെയാണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം, പശ്ചാത്തലം എന്ന് പറയുക. ഉപരിവ്യവസ്ഥ എനിക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു കരുതൽ അവസ്ഥയാണ് സിറ്റുവേഷൻസ് എന്ന് പറയാം, സാഹചര്യം എന്ന് പറയാം. ഉപരിവ്യവസ്ഥ എന്നിലേക്ക് നടത്തുന്ന സംവേദനമാണ്. സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന സൂചനകൾ, സംജ്ഞകൾ ആണ്. അപ്പോ അവിടുന്ന് വിനിമയം ചെയ്യാൻ ഒരാൾ വന്നു, അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ സിറ്റുവേഷനിൽ നിന്നും ഒരു സംഭവം ഉണ്ടാകുന്നു. ഒരു സംഭവം, നമ്മുടെ മുന്നിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവമുണ്ട്, എന്റെ മുന്നിൽ നിന്നും ഒരു കുട്ടി മറിഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു തെറ്റി ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം, എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകും. ആ സംഭവമാണ് ഉപരിവ്യവസ്ഥ നമുക്ക് തരുന്ന സന്ദേശം. ഞാൻ എന്റെ കൈയോട് പുറംചെറിയുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെ ഉപരിവ്യവസ്ഥ എന്നോടൊരു കാര്യം ചെയ്യാൻ പറയുന്നത് ഒരു സാഹചര്യം ഒരുക്കിയിട്ട് അവിടെ ഒരു സംഭവം നൽകിയിട്ടാണ്. ആ സംഭവമാണ് എനിക്ക് വരുന്ന സിഗ്നൽ. ആ എനിക്ക് തരുന്ന സിഗ്നൽ ഉണ്ടല്ലോ, ആ സിഗ്നലിനെ ഞാൻ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഞാൻ അനുഭവിക്കുന്നതാണ് ഞാനും ഉപരിവ്യവസ്ഥയും തമ്മിലുള്ള മീറ്റിംഗ് പോയിന്റ്. നല്ല ചൂടുണ്ടായി. നല്ല ചൂടുണ്ടായപ്പോ ഉപരിവ്യവസ്ഥ ചിലത് സംവദിക്കുന്നു. ഞാൻ ആ ചൂടിനെ അഭിമുഖീകരിക്കുകയാണ്. ആ കൃത്യമായിട്ട് അഭിമുഖീകരിക്കുന്ന സമയത്ത് ഞാനും ഉപരിവ്യവസ്ഥയും തമ്മിൽ ഏകതാനതയിലായി, ഞങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് പോയിന്റിലേക്കായി. നല്ല വെയിലടിക്കുന്നു, ഞാൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ല, ഞാൻ അതിനിടയിൽ മറയിട്ടു, ഞാൻ അറിയുന്നില്ല, അവിടെ നിന്നുള്ള സൂചന എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഉപരിവ്യവസ്ഥ നമുക്ക് തരുന്ന സന്ദേശം എന്താണെങ്കിലും, സംജ്ഞ എന്താണെങ്കിലും, അതിനെ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അടുത്തത് എന്ത് ചെയ്യണമെന്ന്. അത് നമ്മുടെ യുക്തിയുടെ, നമ്മുടെ ബുദ്ധിയുടെ കാര്യമല്ല. ആ സമയത്ത് ശരീരം അതിനനുസരിച്ച് പ്രാപ്തമാകും, ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഈ നമ്മളൊരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഞാനും ഉപരിവ്യവസ്ഥയും തമ്മിലുള്ള ആ കൂട്ടിമുട്ടലാണ്, മീറ്റിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ, ജീവിതം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മീറ്റിംഗ് പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തെ നിർവഹിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു പ്രോസസ്സാണ്. ഉപരിവ്യവസ്ഥയുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു പ്രോസസ്സിനെയാണ് ജീവിതം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, അതോ ഉപരിവ്യവസ്ഥയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിലെ കോശത്തിന് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വിളിക്കും ക്യാൻസർ ആണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാവില്ലല്ലോ. ക്യാൻസർ വന്നു കഴിയുമ്പോൾ ക്യാൻസർ മറ്റുള്ളവയുമായിട്ട്, മറ്റ് ശരീരകോശങ്ങളിൽ നിന്ന് റിമോട്ടായി നിന്നുകൊണ്ട് അതൊരു സ്വതന്ത്ര രാഷ്ട്രം അതിനകത്ത് അങ്ങ് സൃഷ്ടിക്കും, എന്നിട്ട് അങ്ങ് ജീവിക്കും. നിങ്ങൾ പ്രകൃതിയുമായി ബന്ധമില്ലാതെ, ഞാൻ പ്രകൃതിയുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ജീവിയാണ്. ഞാൻ എന്റെ രാജ്യത്ത് ഞാൻ ഇങ്ങനെ സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി, ഞാനൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണ്, അല്ലെങ്കിൽ ഞാനൊരു ശാസ്ത്രജ്ഞനാണ്, അതല്ലെങ്കിൽ ഞാനൊരു പണിക്കാരനാണ് എന്ന പേര് വിട്ട്, ഐഡന്റിറ്റി ഇട്ട്, കുപ്പായം ഇട്ട് നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങളുടെ കെട്ടികളും കുട്ടികളും മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു ലോകക്രമം ഉണ്ടാക്കി വന്നാൽ you are a cancer. You are a cancerous cell. നിങ്ങൾ ഉപരിവ്യവസ്ഥയുടെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഞാൻ എന്നുള്ളൊരു പട്ടം വരച്ചിട്ട് അതിനകത്ത് ജീവിക്കുകയാണെങ്കിൽ യു ആർ ഓൾമോസ്റ്റ് ഈക്വൽ ടു എ cancerous cell. ഞാൻ മാത്രം വളരാന്നുള്ളൊരു അവസ്ഥ അതിനകത്ത് ഉണ്ടല്ലോ അല്ലെ. മനസ്സിലാക്കുക, നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് നല്ല രീതിയിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ നല്ല രീതിയിൽ നിലനിന്ന് പോവുക, നല്ല രീതിയിൽ ആയിരിക്കുക എന്നുള്ളത്, റിമെയിൻ പെർഫെക്റ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി.
ഇനി നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് പോവാം, ചാൻസ് ഓർ ചോയ്സ്. ഇവിടെ ചാൻസ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ചാൻസ് എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥ നമുക്ക് നൽകുന്ന സാഹചര്യങ്ങൾ. എന്താണത്? ഉപരിവ്യവസ്ഥ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് തരുന്ന നിർദ്ദേശങ്ങളാണ് ഈ ചാൻസസ് എന്ന് പറയുന്നത്. ചാൻസസ് ആയി നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കതിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഉപരിവ്യവസ്ഥ നമുക്ക് തരുന്ന സാധനമാണ് ചാൻസ്. എന്റെ അകത്തുനിന്ന് ഇതാണ് എന്റെ ആവശ്യം എന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുന്നതാണ് ചോയ്സ്. അപ്പൊ ചാൻസും ചോയ്സും ഉണ്ട് എന്ന് മനസ്സിലായി. ഇത് രണ്ടും വരുന്നു. ഇത് രണ്ടും ആകസ്മികമായി സംഭവിക്കുന്നില്ല. എനിക്ക് ഉണ്ടിരുന്ന നേരക്ക് വിളി കേട്ടു എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു വിളിയല്ല ചോയ്സ് എന്ന് പറയുന്നത്. എല്ലാം ഭഗവാൻ തന്നു. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന ഒരു അവസ്ഥയല്ല ചാൻസ്. ഇത് വെറും ആക്സിഡന്റൽ അല്ല ഈ സംഭവം. നമുക്ക് ഉപരിവ്യവസ്ഥയ്ക്ക് നമ്മളുമായിട്ടും സുതാര്യമായ വ്യക്തത ഉണ്ടാകുമ്പോൾ, നമുക്ക് ഞാൻ എന്റെ അകംവ്യവസ്ഥ, ഞാൻ എന്റെ കയ്യുമായിട്ടും എന്റെ ശാരീരിക അവയവങ്ങളുമായിട്ടും നേർബന്ധമുണ്ടാകുമ്പോ, ഞാൻ എന്റെ ഉപരിവ്യവസ്ഥയുമായി നേർബന്ധമുണ്ടാകുമ്പോ ദ സെർട്ടൈൻ വുഡ് ഹാപ്പൻ. എന്താണോ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. സെർട്ടൈൻ ആയിട്ടുള്ളത്, നിശ്ചിതമായത് സംഭവിക്കും. ഈ ക്ലാരിറ്റി, ട്രാൻസ്പെറൻസി എന്നുള്ള സാധനം പോകുന്ന വഴി എന്ന് പറഞ്ഞുതരാം. കുമ്പളങ്ങ നിങ്ങൾ ആരെങ്കിലും അടുത്ത കാലത്ത് കഴിച്ചിട്ടുണ്ട്? ഇത് 2-3 പേരെ കഴിക്കുന്നവരെ എനിക്ക് അറിയാം കേട്ടോ. അതുകൊണ്ട് ഞാൻ അവരെ അല്ല പറയുന്നത്, പൊതുവായിട്ട് ഇവിടെ ഒരു കുറെ പേരുണ്ടല്ലോ, ആ ആളുകളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് കുമ്പളങ്ങയുടെ രുചി അറിയാം? കുമ്പളങ്ങ മാത്രമേ നമ്മൾ കഴിക്കാറില്ല. കുമ്പളങ്ങയുടെ കൂടെ പച്ചമുളക് ഇടും, ഉപ്പിടും, മഞ്ഞപ്പൊടി ഇടും, അത്യാവശ്യം മുളക് പൊടി ഇടും, അത്യാവശ്യം മല്ലിപ്പൊടി ഇടും, കായമിടും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സമ്മിശ്രിതം ഉണ്ടാക്കിയിട്ട് നമ്മളത് തിന്നും. നമുക്ക് ഈ കുമ്പളങ്ങ എന്നുള്ള സാധനത്തിന്റെ രുചി അറിയില്ല. ഈ രുചി ആരാ മനസ്സിലാക്കുന്നത്? ഉപമനസ്സാണ്, ഉപശരീരമാണ്, ഉപമനസ്സാണ്, ഉപവ്യവസ്ഥയാണ് അത് അറിയുന്നത്. നമ്മൾ ആ കുമ്പളങ്ങയെ, ഞാൻ എന്നുള്ള വ്യക്തി കുമ്പളങ്ങ എടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം ഇട്ട് തിളപ്പിച്ച് വേവിച്ച് വേറൊരു രൂപത്തിലാക്കിയിട്ട് അകത്തേക്ക് കൊടുക്കും, ആമാശയത്തിന് കൊടുക്കും. ആമാശയത്തിന് കുമ്പളങ്ങ എന്നുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കേട്ടോ, ക്ലാരിറ്റി പോകുന്നത് എവിടെയാന്ന്. ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനമാണ് കുമ്പളങ്ങ എന്താന്ന്. എന്റെ അകത്തെ ലോകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് കുമ്പളങ്ങ ആക്കിയിട്ട് ഞാൻ കൊടുക്കൂല. അതിനെ കൊല വിളിച്ച് വേറൊരു സാധനമാക്കി കൊടുക്കും. ശരീരം എന്താ വിചാരിക്കുക? ഇതാണ് കുമ്പളങ്ങ. പോയോ? ക്ലാരിറ്റി പോയോ? നമ്മളെങ്ങനെയാണ് കൃത്രിമത്വം നമ്മുടെ ശരീരത്തെ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഉപരിവ്യവസ്ഥയിലേക്കും ഇതുപോലെ, എനിക്കിപ്പോ ഒരു ഉദാഹരണം വരുന്നില്ല പറയാൻ, ഇതുപോലുള്ള ചില കാര്യങ്ങളാണ് ഉപരിവ്യവസ്ഥയിലേക്ക് നമ്മൾ കൊടുക്കുക. നമുക്ക് ഒരു ചോദന തോന്നി. നമുക്കൊരു ചോദന തോന്നിക്കഴിഞ്ഞാൽ ആ ചോദനയെ നമ്മൾ വെളിയിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടേതായ ഭാഷയിൽ അതിനെ പരിവർത്തിപ്പിക്കും. എനിക്ക് എന്റെ അകത്ത് ശരീര പോഷണത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസിന് ആവശ്യമുണ്ട് എന്നുള്ള ആവശ്യം ഞാൻ വെളിയിലേക്ക് കൊടുക്കുന്നത് എനിക്ക് വിശക്കുന്നു എന്ന രൂപത്തിലാണ്. ഞാൻ ഇവിടുന്ന് പലതും വിശന്നപ്പോ പലതും നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ കുമ്പളങ്ങ തന്നെ വേവിച്ച് പൊരിച്ച് വേറൊന്നാക്കി കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണമല്ലാത്ത കുരുവിയുടെ ഭക്ഷണത്തിന് എടുത്തിട്ട് നമ്മൾ ചോറുണ്ടാക്കി കഴിച്ചിട്ട് ആ ചോറിന്റെ കൂടെ നമ്മൾ ആ കുരുവികളെയും തല്ലിക്കൊന്നിട്ടിട്ട് അതിന്റെ രുചി നമുക്ക് അറിയാതിരിക്കാൻ വേണ്ടി വേറെ കുറെ സാധനങ്ങൾ ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ബിരിയാണിയാക്കി തിന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഭക്ഷണം എന്താണോ ഇത് അകത്തേക്ക് കൊടുത്തില്ല, പോട്ടെ, പുറത്തേക്ക് നമ്മളിത് എന്റെ ഭക്ഷണമായി ബിരിയാണി തരൂ എന്നാണ് പറയുന്നത്. എന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടത് തരൂ എന്നല്ല ഉപരിവ്യവസ്ഥയോട് ആവശ്യപ്പെടുന്നത്. ബിരിയാണി തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ബിരിയാണി കിട്ടും. ഇവന്റെ ഭക്ഷണം ബിരിയാണിയാണെന്ന് ഉപരിവ്യവസ്ഥ വരെ കരുതേണ്ടി വരുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഗതികേടല്ലേ? ഭക്ഷണത്തിന്റെ ഒരു ചെറിയൊരു കാര്യമാണ് പറഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് നമ്മുടെ നൈർമല്യം തെറ്റിച്ചിട്ട് പ്രകൃതിയുടെ, നമ്മൾ ആദ്യം പറഞ്ഞു പ്രകൃതി എന്താണെന്ന്, പ്രകൃതിയുടെ നൈസർഗിക അവസ്ഥയെ, സ്വാഭാവിക അവസ്ഥയെ നമ്മൾ എവിടെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ചാൻസസിനെയും ചോയ്സസിനെയും കുറിച്ച് പറയുന്നു. ദൈവമാണോ ഞാനാണോ വലുത്, ഇതൊക്കെ തമ്മിൽ ചേർന്ന് പോകുന്നുണ്ട്. നമ്മൾ പരിശോധനയാണ്, വലിയ പരിശോധനയാണ്. നമ്മൾ ഈ സാധനത്തിന് അകത്തേക്ക് കൊടുക്കുന്നതും തെറ്റിച്ച് പുറത്തേക്ക് കൊടുക്കുന്നതും തെറ്റിച്ച് കിടക്കുക. When clarity and transparency is there, the certain would happen. എപ്പോഴാണോ നമുക്ക് സുതാര്യത ഉണ്ടാവുന്നത്, കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുന്നത്, അപ്പൊ കൃത്യമായി ഇത് സംഭവിക്കും. ഈ വ്യക്തത നഷ്ടമാകുമ്പോൾ, ട്രാൻസ്പെറൻസി നഷ്ടമാകുമ്പോൾ
സർട്ടൈൻ ആയിട്ടുള്ളത് പോവും. എന്താണ് സംഭവിക്കാൻ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അൺസർട്ടൈൻ ആയിട്ടുള്ളത് സംഭവിക്കും. ഇതിന് പരിഹാരം എന്താ? നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമുക്ക് കിട്ടേണ്ടത്. സാധാരണ നമുക്ക് എന്ത് വേണം തോന്നുന്നു അത് കിട്ടും, അങ്ങനെയാണ് അതിന്റെ കണക്ക്. പക്ഷെ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള നമ്മുടെ ലോകം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടില്ല. ദൈവം തീരുമാനിക്കും, മനുഷ്യൻ തീരുമാനിക്കും, ദൈവം തട്ടിക്കളയും, മനുഷ്യൻ തീരുമാനിക്കും, ദൈവം തട്ടിക്കളയും. നമ്മൾ വലിയ പ്രോവർബുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എന്താണോ തീരുമാനിക്കുക, നമുക്ക് എന്താണോ വേണ്ടത് അതാണ് ഈശ്വരൻ തരേണ്ടത്. ഉപരിവ്യവസ്ഥ തരേണ്ടത്. ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈശ്വരൻ എന്ന് വിളിക്കാം, പ്രകൃതി എന്ന് വിളിക്കാം, ഉപരിവ്യവസ്ഥ എന്ന് വിളിക്കാം, അതൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് വിളിച്ചോളൂ. ഇത് പ്രകൃതിയുടെ ഘടനയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രകൃതിയിൽ നിന്ന് ഉപരിവ്യവസ്ഥയിൽ നിന്നും ഈ സംഭവം വരുമ്പോൾ അത് എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആയിരിക്കണം. വാട്ട് വി നീഡ് ഷുഡ് ബി വാട്ട് വി ഗെറ്റ്. നമുക്ക് എന്താണോ വേണ്ടത് അതായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഇതിലെ പകുതി ആർക്കാണ് വിട്ടുകൊടുക്കേണ്ടത്? എന്റെ ആന്തരിക ലോകത്തിന്റെ ചോദനയ്ക്ക് വിട്ടുകൊടുക്കുക. ഞാൻ എന്ന് പറയുന്ന ആദ്യമുണ്ടായ അഹത്തിനല്ല വിട്ടുകൊടുക്കേണ്ടത്, എന്റെ ആന്തരിക ലോകത്തിന് വിട്ടുകൊടുക്കുക. അപ്പോ ഇന്നർ സെൽഫിലേക്ക് വിട്ടുകൊടുക്കുക. ലീവ് ഹാഫ് ഫോർ സെൽഫ്, ഇന്നർ സെൽഫ്. ഇനിയോ ബാക്കി പകുതിയോ ഉപരി സെൽഫിന് വിട്ടുകൊടുക്കുക, നേച്ചറിന് വിട്ടുകൊടുക്കുക. അതിനെയാണ് നമ്മൾ പണ്ടത്തെ കാരണവന്മാര് പറഞ്ഞത് താൻ പാതി ദൈവം പാതി. അതിന് വേണ്ട എന്താ പറയുക? ഇതിന്റെ സൊല്യൂഷനായിട്ട് ഞാൻ പറയുന്ന ഇതാണ്: ബി ഇൻ ക്ലാരിറ്റി. നിങ്ങൾക്ക് വ്യക്തതയിലായിരിക്കാൻ കഴിയണം. നിങ്ങളുടെ ചിന്തയിൽ വ്യക്തത വരണം, ജ്ഞാനത്തിൽ വ്യക്തത വരണം, നിങ്ങളുടെ ഭക്ഷണത്തിൽ വ്യക്തത വരണം. ക്ലിയർ ആവണം, എല്ലാം ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആകണമെങ്കിൽ തുറന്നു വെക്കണം. ലോകത്ത് മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ പുസ്തകമാണ്, പ്രകൃതി എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തെ മനസ്സിലാക്കണം. പുസ്തകം വായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇത് പുസ്തകം വായിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ പുസ്തകത്തെ എടുത്ത് ദൂരെ കറിഞ്ഞിട്ട് നിങ്ങൾ ശരിയായ പുസ്തകത്തെ വായിക്കാൻ പഠിക്കണം. അപ്പോഴാണ് ക്ലാരിറ്റി ഉണ്ടാവുക. അത് അക്ഷരം വായനയല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതുമായിട്ട്, പ്രകൃതി എന്നുള്ള സംവിധാനവുമായിട്ട് സുതാര്യതയിലാവണം. ആന്തരിക വ്യവസ്ഥയുമായിട്ട്, സഹവ്യവസ്ഥയുടെ ബോധങ്ങളുമായിട്ട്, ഉപരിവ്യവസ്ഥയുമായിട്ട് നമുക്ക് സുതാര്യതയിലാവണം, സുതാര്യതയിലാകാൻ കഴിയണം. ഞാൻ എന്ത് എന്നുള്ള അവസ്ഥയിൽ ക്ലാരിറ്റി ഉണ്ടാവണം. എന്റെ ചുറ്റുമുള്ള ഈ ബോധതലങ്ങൾ തമ്മിൽ സുതാര്യതയിലാവണം. അവയോട് റെവറൻസ് ഉണ്ടാവണം, എനിക്ക് ആദരവുണ്ടാകണം. എനിക്ക് എന്റെ ശരീരത്തിൽ തന്നെ, എന്റെ ശരീരത്തിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ ഈ കൂടുകൾക്കകത്ത് കൂടുകളായി സംവിധാനം ഉണ്ടല്ലോ, ഇതിനകത്ത് തന്നെ എനിക്ക് വിശ്വസ്തത ഉണ്ടാവണം. എനിക്ക് എന്നോട് തന്നെ സത്യസന്ധത ഉണ്ടാവണം. ഞാൻ എന്തായിരിക്കുന്നു അതായിരിക്കണം. എനിക്ക് ഒരു ഡൈനാമിക് ബാലൻസ് ഉണ്ടായിരിക്കണം. എന്റെ അകത്തുനിന്നൊരു തോന്നല്, പുറത്തുനിന്നൊരു തോന്നല് അല്ല, ശരിക്കും എല്ലാം ചേർത്തൊരു ബാലൻസ്, ഡൈനാമിക് ബാലൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് കാര്യങ്ങളെ പ്രകൃതി കേന്ദ്രിതമായി അറിയാനും നടപ്പിലാക്കാനുമുള്ള ശേഷി വേണം. ബി ഇൻ ഇക്കോസെൻട്രിസം ആൻഡ് ബി ഇൻ ഇക്കോ സയന്റിസം. പ്രകൃതിയുടെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരായി മാറുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങളുടെ ആന്തരിക ലോകം എന്ത് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ചോയ്സ് എന്തോ അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ചാൻസ്, നിങ്ങളുടെ ലഭ്യതയായിട്ട് വരിക. നിങ്ങളുടെ ആന്തരിക ലോകം എന്ത് ആവശ്യപ്പെടുന്നോ അത് പുറം ലോകം തന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുതാര്യതയുണ്ടെങ്കിൽ, നിങ്ങളുടെ ആന്തരിക ലോകത്തോടും ബാഹ്യലോകത്തോടും സഹലോകത്തോടും സുതാര്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനോട് ആദരവുണ്ടെങ്കിൽ, ആന്തരിക ലോകത്തോട് ബാഹ്യലോകത്തോട് സഹലോകത്തോട് ആദരവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവയോട് സത്യസന്ധതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവയോട് തുലനം ചെയ്ത് നിൽക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് പ്രകൃതിയെ കേന്ദ്രമാക്കി മാത്രമേ ഇവയോട് ഇടപെടാൻ തയ്യാറുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്തെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന ഒരു നിലയായി, നിലപാടായി നിങ്ങൾക്കായി മാറാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ചാൻസും ചോയ്സും ഒന്ന് തന്നെയാകുന്ന ഡൈനാമിക് ബാലൻസിലായിരിക്കാൻ കഴിയും. മനസ്സിലാക്കുക, താനും പ്രകൃതിയും പപ്പാതിയാണ് കാര്യങ്ങൾ നടന്നത്. ഈ താനെന്ന് പറയുന്നതിലെ ഈ ഞാൻ എന്നുള്ള തിരിച്ചറിവിന്റെ ഒരു ഘട്ടം ഉണ്ടല്ലോ, അഹത്തിന്റെ ഘട്ടം. അതിന്റെ അകത്തൊരു ലോകമുണ്ട്, പുറത്തൊരു ലോകമുണ്ട്. എന്നുവെച്ചാൽ ഈ ഞാൻ എന്ന് പറയുന്നത് ഒരു വേലിയാണ്. പുറം ലോകത്തെയും അകൽ ലോകത്തെയും വേർതിരിക്കുന്ന വേലികളാണ്.
വേലിയാണ്. ആ വേലിയുടെ പുറത്തും അകത്തുമുള്ളതിനെ സുതാര്യമാക്കി കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ബാലൻസ്ഡ് ആയിട്ട് സമാധാനത്തിലായിരിക്കുക, ശാന്തിയിലായിരിക്കുക. അതാകണമെന്നുണ്ടെങ്കിൽ ഈ തലത്തിന് ക്ലാരിറ്റി വേണം, ഇവയ്ക്കിടയിൽ സുതാര്യത വേണം, ഇതിന്റെ അകത്തും പുറത്തുമുള്ളവയോട് റെവറൻസ് ഉണ്ടാവണം, ആദരവുണ്ടാവണം, സത്യസന്ധത, ഇതിനോട് നീതി പാലിക്കണം, ഇവയുടെ തുലനത ബാലൻസ് ചെയ്യാനുള്ള പ്രവണത നിരന്തരം ഉണ്ടായിരിക്കണം. അത് പ്രകൃതി കേന്ദ്രിതമായിരിക്കണം, യുക്തി കേന്ദ്രമാകരുത്, മനുഷ്യ കേന്ദ്രിതമാകരുത്, ധനകേന്ദ്രിതമാകരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യവസ്ഥാ കേന്ദ്രിതമാകരുത്, തൊഴിൽ കേന്ദ്രിതമാകരുത്, ജാതി കേന്ദ്രിതമാകരുത്, രാഷ്ട്രീയ കേന്ദ്രിതമാകരുത്. അത് പ്രകൃതി കേന്ദ്രിതമായിരിക്കണം. അതിന്റെ വിശുദ്ധി സൂക്ഷിക്കുന്ന ഇക്കോ സെയിന്റിസത്തിലായിരിക്കണം. എങ്കിൽ നിങ്ങളുടെ ചാൻസും ചോയ്സും സമത്തിലായിരിക്കും. അതല്ലെങ്കിലോ നിങ്ങളുടെ ഞാൻ കിടന്ന് കളിക്കേണ്ടി വരും, പല തൊഴിലെടുക്കേണ്ടി വരും, പല പണികൾ കാണിക്കേണ്ടി വരും. ഇതിന്റെയൊക്കെ പുറകെ പോയിട്ട് ഒന്നും നടക്കാതെ വരും. ശരിയാകണമെങ്കിൽ ഈ വ്യക്തതയിലേക്ക് വരിക. ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ മുൻപോട്ട് വയ്ക്കാനുള്ള സൊല്യൂഷൻ. ഇത് പരിശീലിക്കാനായിട്ട് നിങ്ങളെ ഒളിമ്പസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഈ വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. സംശയങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം തരിക വഴിയാണ് നമുക്ക് ഇതിന് ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുക. ഓക്കെ.